സുവിശേഷ യോഗമായതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മുഖവരിയായിട്ട് പറയുന്നത് ഉചിതമാണ്. എന്തുവാണ് ഈ സുവിശേഷം? തട്ടക്കാരെ ഇത് പഠിപ്പിക്കണ്ട, നിങ്ങളെല്ലാം പഠിച്ച് തികഞ്ഞിരിക്കുക. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. പിന്നെ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. ആ ഇരിപ്പ് കാണുമ്പോൾ അതും എനിക്കറിയാം. അറിയാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആരെങ്കിലും ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന ഇതൊരു ഇച്ചിരിയും കൂടെ താത്തു തരാമോ? ഒരു പൊടിക്കൂടെ. നിങ്ങളിപ്പോൾ ചിന്തിക്കുക ഇയാൾ വലിയ മെനക്കേടാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് ചിലർ. മതി, പരുവത്തിന് മതി. അപ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, ആൾക്കാരെ കൂട്ടുകയല്ല, നാട്ടുകാരെ എൻ്റെ ഭാഷ കിടത്തി പൊറപ്പിക്കാതിരിക്കുന്നതല്ല, ഒച്ചയും ബഹളവും ഉണ്ടാക്കി ആൾക്കാരുടെ സ്വൈര്യം കെടുത്തുകയല്ല, റോഡ് തടയുന്നതല്ല, ആൾബലമുണ്ടെന്ന് കാണിക്കുകയല്ല, പ്രകടനം നടത്തുന്നതല്ല, തത്വസംഹിതകൾ പറയുന്നതല്ല, മറ്റ് അദ്വൈത വിഷയങ്ങൾ പറയുന്നതല്ല, സഭ മാറ്റുന്ന ഒന്നുമല്ല സുവിശേഷം. മൈക്ക് സെറ്റിന്റെ ഓളിയം കൂട്ടി ഇതെല്ലാം കൂടെ അടിച്ച് പെരിപ്പിച്ച് എന്തുവാണെന്ന് അറിയാതെ ബഹളം ഉണ്ടാക്കുന്നതല്ല സുവിശേഷം. സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ കാര്യം അറിയാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, നിങ്ങളോടല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് തരാം. മറ്റുള്ളവർക്കാ, നിങ്ങൾക്ക് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ തരാം. നമുക്ക് പരുവത്ത് ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ സുവിശേഷം സഭ മാറ്റുകല്ല, മതം മാറ്റുകല്ല, ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. വളരെ അറിവുള്ള വാക്യമാണല്ലോ തിമോഥെയോസിന്റെ ലേഖനത്തിൽ മോളെ വായിച്ച്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എന്റെ സുവിശേഷമെന്ന് പൗലോസ് പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചോ. പെട്ടെന്ന് വായിച്ചോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. എന്താണ് സുവിശേഷം? ആ സുവിശേഷം ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, മതത്തിന്റെ, സഭയുടെ, സംഘടനയുടെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ആൾക്കാര് തരംതിരിച്ചൊക്കെ വെക്കുന്നുണ്ട്, ഇത് ഞങ്ങളുടെ യേശുവാണ്, ആ യേശു ആരുടെ? അത് കത്തോലിക്കരുടെ യേശുവാ. ഇല്ലാണ്ട് ആ യേശു അത് ഓർത്തഡോക്സുകാരുടെ യേശുവാ. അവരുടെ ഗ്രില്ലിന് ഇച്ചിരി കടുപ്പമുണ്ട്, മറ്റേ ഗ്രില്ലിൽ അത്ര യേശു ഓടി പോകാതിരിക്കാനായിരിക്കും. ഇതാരുടെ യേശുവാ? അത് ലത്തീന്റെ യേശുവാ. അതോ അത് മലങ്കര യേശു. അവിടെ ഇരിക്കുന്ന യേശുവോ പറന്തല്, അത് സിറിയൻ യേശു. ഓരോരുത്തരും തരം തിരിച്ച് വെച്ചിരിക്കുക. യേശുക്രിസ്തു ഒരു സഭയുടെയോ ഒരു സമൂഹത്തിന്റെയോ ഒരു സംഘടനയുടെയോ അല്ലെ ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. അതിന് 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, 1/2 മൈല് നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് തിരുമുൽക്കാഴ്ചയും വെക്കണ്ട. എൻ്റെ ഭാഷ പറഞ്ഞാൽ കയ്യും കാലും പൊക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ യേശു ക്രിസ്തു രക്ഷിക്കും. അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാ. അധികം വിവരിക്കുന്നില്ല, ദൈവത്തിന് മഹത്വം. അപ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു, നസറായനായ യേശു ക്രിസ്തു. ഇനി എന്തിനായി സുവിശേഷം? അത് ബാബുക്കുട്ടിക്കും കുറെ പേർക്കും വയറ്റിപ്പഴപ്പനാ, അല്ല ചിലരുടെ ചിന്തയാ. കരൂരെ രാജന് എവിടുന്നോ കാശ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് സുവിശേഷം വെച്ചേക്കുന്നത്. എന്നോടൊരിക്കൽ ഒരാൾ ചോദിച്ചു, എത്ര രൂപ വെച്ച് കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ, അല്ല ഇത് ഒരാളെ കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന്
ഒരാളെ ഇതിനകത്ത് ചേർത്താൽ അമേരിക്ക അങ്ങ് കാശ് കിടക്കുകയല്ലയോ ഉള്ള പഴയത് എല്ലാം കണക്കാ. ഇവിടെ അമേരിക്കക്കാരുള്ള സഭക്കാരിരുന്ന് പ്രാർത്ഥിക്കുക സഭയ്ക്ക് സ്ഥലത്തിന് 10 സെന്റിന് 5 ഏക്കറും 8 ഏക്കറും 10 ഏക്കറും ഉള്ള അവന് വരുന്ന് പ്രാർത്ഥിക്കുക തരണമേ നിങ്ങൾ അത്ഭുതം. അവന് വരുന്ന കറണ്ട് അടിച്ച പോലെ ഇന്ന് പറക്കുക. 8 ഏക്കറുണ്ട് 10 ഏക്കറുണ്ട് ചിലർക്ക് തല എവിടെയൊക്കെ ഉണ്ടെന്ന് പോലും അവനും വെള്ളം കുടിക്കാതിരിക്കുക. 10 സെന്റ് സ്ഥലം മിണ്ടുന്നില്ലല്ലോ. ഞാൻ പിന്നെ ഇത് അവിടെ നിൽക്കണം, ഞാൻ വേറെ തരാം, ഇച്ചിരി കഴിയട്ടെ. ഇത് വൈദ്യ ഭാഷ കണ്ണു പൊത്തിരിക്കുന്ന എന്തുവാ പ്രയാസപ്പെട്ടാന്നോ ദൈവമേക്ക് വെളിവുണ്ടാകണമെന്നായിരിക്കും. ഇന്നിങ്ങനെ പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം വൈദ്യപഠിപ്പിനല്ല, ഒരു തൊഴിലുമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതുമല്ല. ദൈവത്തിന് മഹത്വം. സുവിശേഷം സകല മനുഷ്യരും രക്ഷപ്പെടാന്. അറിവുള്ള വാക്യമാ വായിച്ചോ? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-12 വായിച്ചോ? തീത്തോസ് 2:11-12 വേഗത്തിൽ വായിര്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചഭോഗങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എല്ലാം എടുത്ത് പെറുക്കി പറയാൻ നേരമില്ല. ഒറ്റവാക്കി പറയാ, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. സകല മനുഷ്യർക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമൻ സ്തോത്രം. വെളുത്തവനെന്നോ കറുത്തവനെന്നോ പണ്ഡിതനെന്നോ പാപരനെന്നോ കുചേലനെന്നോ കുബേരനെന്നോ ഉന്നതനെന്നോ താഴ്ചയുള്ളവനെന്നോ ശ്രേഷ്ഠതയുള്ളവനെന്നോ ശ്രേഷ്ഠത അങ്ങനൊന്നും വേറെ കൃത്യമല്ല. സകല മനുഷ്യരും രക്ഷപ്പെടണം. എല്ലാവർക്കും രക്ഷപ്പെടുവാൻ, എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂല് കൊണ്ടൊന്നും രക്ഷപ്പെടുകയല്ല. പള്ളി പണിത് പെടുത്താലൊന്നും രക്ഷപ്പെടുകയല്ല. പള്ളിക്കാർ രക്ഷപ്പെട്ടു. കുരിശും തൊട്ടി പണിത് കൊടുത്താലൊന്നും രക്ഷിക്കപ്പെടുകയല്ല. പെന്തിക്കോസ് ഹോള് പണിതെന്നോ ഹോളിന് സ്ഥലം കൊടുത്തോണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. കിറാന്ന് കറങ്ങുന്ന 2 പാൻ മേടിച്ചിട്ടത് കൊണ്ടും അങ്ങനെ കേട്ട ആൾക്കാരുണ്ട്. അതുകൊണ്ടായി പറയാന്ന്. വില പറഞ്ഞ 2 കസേര മേടിച്ചിട്ടത് കൊണ്ടും ഒരിക്കലും ഒരു കസേര ഇന്ന് പദം ഒടിഞ്ഞു പോയി. എനിക്ക് വെച്ചിട്ട് വെയിറ്റ് ഉണ്ട്, എന്നാലും ചൊവ്വുള്ളത് ഇടണ്ടേ. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. പണ്ട് ഒരു സഭ ഞാനിവിടെ ഉള്ളപ്പോൾ സഭയ്ക്ക് കസേര വേണമെന്ന് പറഞ്ഞു. അവിടെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്, ഇച്ചിരി നല്ല ചുറ്റുപാടുള്ള അവരെ പിള്ളേരും കാണും ഓൺലൈനിൽ. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, മറന്നു പോയിട്ടല്ല, ഇന്നത്തെ പോലെ ഓർക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാവരും പുതിയ കസേര കൊണ്ടുവന്ന് ലാസ്റ്റ് സഭായം തുടങ്ങിയപ്പോൾ അപ്പച്ചൻ 2 കസേരയായിട്ട് വരുന്നത് എല്ലാവരും കാണാൻ വേണ്ടിയാ. മറ്റവരൊക്കെ നേരത്തെ തലേന്നേ കസേര കൊണ്ട് കൊടുത്ത് സൺഡേ അതെല്ലാം ഇട്ട് എല്ലാവരും ഇരിക്കുക. ഇപ്പുള്ളി സഭായം തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം 2 ഒരു ഓട്ടോയിൽ കൊണ്ടുവന്ന് കാറേ വന്ന് കസേര ഓട്ടോയിൽ വന്ന് ഓട്ടോയിൽ 2 കസേരയായിട്ട് വരിക. കൊണ്ടിട്ടപ്പോൾ എന്നാ പുള്ളിയുടെ വീട്ടിൽ കിടന്ന പഴയ 2 കസേരയാ. കോടിക്കണക്കിന് സ്വത്തുള്ളവനാ. അതുപോലത്തെ കഞ്ചൂസുകൾ നമ്മുടെ ഇടയിലും. നിങ്ങൾ എന്നെ നോക്കി സ്പർദ്ധിച്ചിരിക്കുന്നേ. ഉള്ള കാര്യമായി പറയുന്നത്, ഉള്ള കാര്യം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, കൊടുക്കുകയല്ല. എന്നാൽ മാന്യമായി കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ സഭയ്ക്ക് സ്ഥലം കൊടുത്തത് കൊണ്ടോ പാൻ മേടിച്ചിട്ടത് കൊണ്ടോ സ്വോത്ര കാഴ്ച കൊടുത്തത് കൊണ്ടോ ഉപദേശമാർക്കും അച്ഛന്മാർക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട് തെറ്റാന്നല്ല. അതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. കുടുംബശ്രേഷ്ഠത പറഞ്ഞാലും സ്വർഗത്തിൽ പോകുകയല്ല. ഞാൻ കരൂരയ്യ, കളീക്കലിയ, തെങ്ങുംപള്ളിയിലെയ, ആര്യപ്പൊയ്യലയ, പിന്നെ കടുവങ്കലെ ഇരിക്കട്ടെ, ഇതൊന്നും പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവീൻ
സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും, തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും ഓരോ കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി താൻ അടിപ്പിണരാൽ. ഓരോ കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി താൻ അടിപ്പിണരാൽ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. അപ്പോൾ സകല മനുഷ്യരും രക്ഷപ്പെടണം, രക്ഷിക്കപ്പെടണം. അതിനാ സുവിശേഷം. അപ്പോൾ എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടണം, വൈദ്യപ്പിഴപ്പിനല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജോലിയും സാഹചര്യവും ഒക്കെ അനുകൂലമായിട്ട്, വിശേഷിച്ച് തട്ടസഭയിലുള്ളവരെല്ലാം ഒന്നുക്കൊന്നുക്ക് മെച്ചമാണ്. ഏതാ മോശം? മാങ്ങാണ്ടിയാന്നോ മൂത്തത്, മാങ്ങയാന്നോ മൂത്തതെന്ന് പറഞ്ഞ ജോഡി ഒന്നും പേടായിട്ടില്ല. എല്ലാം ഒന്നുകൊന്നുക്ക് മെച്ചമുള്ളവരാ. അപ്പം വൈദ്യപ്പഴപ്പിനല്ല. ഇത് ഒരു ജോലിയില്ലാഞ്ഞിട്ടും ചെയ്യുന്നതുമല്ല. ഇത് സകല മനുഷ്യരും രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തു. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി ആരായി സുവിശേഷം കേൾക്കണ്ടേ? നമ്മൾ ലഘുലേഖയായിട്ട് അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ചില വീടുകളിൽ ചെല്ലുമ്പം പറയുമല്ലോ, അവർ ചോദിക്കും സുവിശേഷം നിങ്ങളുടെ ആൾക്കാരാണ്ട് അവിടെ ഉണ്ട്, അങ്ങോട്ട് ചെല്ലും. നമ്മൾ ചോദിക്കും പേരെന്നാ? പേര് ശാരദ. ചായൻ്റെ പേരെന്നാ? ശ്രീധരൻ. എന്നാ വന്നേ? നമ്മളോട് സുവിശേഷം വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വിശേഷമൊക്കെ ഉണ്ട്. പോ നിങ്ങളുടെ ആൾക്കാർ ഉണ്ട്, അവിടെ ഉണ്ട്. ചിലർ സ്വീകരിക്കുന്നവരുണ്ട്, ചിലർ ആട്ടി വിടും, ചിലർ ആട്ടത്തില്ലെങ്കിലും വേണ്ട എന്ന് പറയും മാന്യമായിട്ട്. എന്നാ നമ്മുടെ ആൾക്കാരുടെ കൂടെ ചെല്ലാം. എന്നാ നമ്മുടെ ആൾക്കാർ സുവിശേഷം എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഞങ്ങൾ കുക്ക് സാഹിബിൻ്റെ കാലത്ത് ഇതിനകത്ത് പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാ സുവിശേഷം മാത്രമല്ല എല്ലാവരുടെയും വിശേഷം അറിയാം. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ല. അവിടെ ചെന്നു. അവിടെ ദാമോദരനും ഭാർഗവി അവിടെ തിണ്ണയിരിക്കുന്നു. അവരോട് ചെന്ന് ഇത് ഒരു വിഭാഗത്തിനോ ഒരു കുടുംബക്കാർക്കോ ഒരു സഭക്കാർക്കോ ഒരു മതക്കാർക്ക് വേണ്ടിയുള്ളതല്ല. സകല മനുഷ്യരും ഇത് കേൾക്കണം. വായിച്ചേ 49 സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യം, അറിവുള്ള വാക്യമാണ്. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളുമായുള്ളവര് ഇത് കേൾക്കണം. കേട്ടോ? സ്തോത്രം. ഈ പൊങ്ങലടി അല്ലെങ്കിൽ തട്ടയിലുള്ളവര് മാത്രമല്ല, സകല ജാതികളും ഇത് കേൾക്കണം. കേരളക്കാർ മാത്രം കേട്ടാ പോരെ, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ളവരും കേൾക്കണം. ഇന്ത്യക്കാർ മാത്രം കേട്ടാ പോരെ, ലോകരാജ്യം, ലോകത്തിൽ മനുഷ്യനായിട്ട് ആരൊക്കെ ഉണ്ട് അവർ മുഴുവൻ കേൾക്കേണ്ട വാർത്തയാണ് സുവിശേഷം. നല്ല വാർത്ത. ഗുഡ് ന്യൂസ്. തെറ്റിയോ? ഇംഗ്ലീഷ് ഇരിക്കട്ടെ, അങ്ങനല്ലേ? നല്ല വാർത്ത. അതിനാ വേറെ വാർത്തയൊന്നും നല്ലതല്ല. ചിലര് ഈ നല്ല വാർത്ത പറയാൻ താല്പര്യമില്ല, അല്ലാത്ത വാർത്തയായിട്ട് ആദ്യം പെയ്ത്തോമിലോട്ടില്ല. പാസ്റ്ററെ അറിഞ്ഞു, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നല്ല വാർത്തയായിട്ട് പെയ്ത്തോമിലോട്ട് മിണ്ടുന്നില്ല. ചിലക്കിപ്പം അയ്യെങ്കിൽ ഫോൺ ചെയ്ത് അറിയിക്കുന്നത് വാർത്ത. ഇപ്പൊ പിന്നെ ചെന്നറിയിക്കണ്ട, 2 ഞെക്കും ഒരു തോണ്ടുമ്പോ വാർത്ത 2 ഞെക്കും ഒരു തോണ്ടും. ആണ്ട വാർത്ത അങ്കച്ചനുണ്ടെ അത് ഇങ്ങോട്ട് തട്ടി. എപ്പം വേവിച്ചൻ പിന്നെ തട്ടാൻ നന്നായിട്ട് കേൾക്കുന്ന വാർത്തകളെല്ലാം
മനോദുഃഖം ഉണ്ടാക്കുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന, മനുഷ്യന് മനോവിഭ്രമം വരുത്തുന്ന വാർത്തകളാ കേൾക്കുന്ന വാർത്ത മുഴുവൻ. എന്നാൽ ഒരു കാര്യം പറയാ, നല്ല വാർത്തയൊന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം, നല്ല വാർത്ത. കേൾക്കുന്ന വാർത്തയൊന്നും നല്ലതല്ലല്ലോ. അവിടെ പൂങ്കാവിലെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും കല്യാണം കഴിഞ്ഞ അധിക ദിവസമായില്ല. നിങ്ങൾ വായിച്ചതാ, നിങ്ങൾക്ക് ഇനി ബന്ധമുണ്ടോ എന്ന് അറിയത്തില്ല. രണ്ടുപേരുടെയും പിതാക്കന്മാര്, 4 ഡെഡ് ബോഡി. നല്ല വാർത്തയാണോ? ഞാനും പോയി ഡെഡ് ബോഡി കണ്ടു. 4 ഡെഡ് ബോഡിയാ നിരത്തി വെച്ചിരിക്കുന്നത്. ആ വാർത്തയും അന്തരീക്ഷവും നല്ലതല്ല, മനോദുഃഖം ഉണ്ടാക്കുന്നതാ. ലോറി മറിഞ്ഞ് വീണു, നല്ല വാർത്തയാണോ? അല്ല. കുഞ്ഞുങ്ങളെ എടുത്ത് കിണറ്റി ഇട്ടേച്ച് സ്നേഹിച്ചവന്റെ കൂടെ ഓട്ടോയിൽ കയറിപ്പോയി, നല്ല വാർത്തയാണോ? നൊന്ത് പ്രസവിച്ച 3 കുഞ്ഞുങ്ങളെ ഒരുത്തി ഇട്ടേച്ച് ഒരുത്തന്റെ കൂടെ, നിങ്ങൾക്കത് നല്ല വാർത്തയായിട്ടാ തോന്നുന്നത്. അവളേലും രക്ഷപ്പെട്ടല്ലോ എന്ന്. അതിൽ ഇരിപ്പം നോട്ടം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുക. ഇതൊന്നും നല്ല വാർത്തയല്ല. ഭാര്യയുടെ കരുത്തറുത്ത് കൊന്ന് തുണ്ടം തുണ്ടമാക്കി നുറുക്കി, നല്ല വാർത്തയല്ല. ഭർത്താവുമായിട്ട് ഒരു മുറിയിൽ വിശ്രമിക്കുമ്പോൾ പുതപ്പിനടി കിടന്ന് പരപുരുഷനോട് സംസാരിക്കുന്നു. അവൻ പിന്നെ വെട്ടിയെന്നാതോ, കൊന്നെന്നാതോ എന്നല്ലയോ? ഓ, നിങ്ങൾ ഈ വാർത്തയൊന്നും കേട്ടില്ല. കൊന്നെന്നാതോ എന്നല്ലേ? കൊന്നു. ഒന്നും നല്ല വാർത്തയല്ല. ഇപ്പൊ പുതിയ വാർത്ത കേൾക്കുന്നു, സത്യമോ അസത്യമോ അതിനകത്ത് സത്യസന്ധത എനിക്കറിയത്തില്ല. എന്നാൽ പുതിയ രോഗം വരുന്നത് നല്ല വാർത്തയാണോ? അല്ല, അത് വരുന്നത് നല്ലതാ. കോവിഡ് വന്നിട്ട് നീ ഒന്നും പഠിച്ചില്ലല്ലോ. കോവിഡ് വന്ന് മൂടിക്കെട്ടി ഇത്ര എന്നിട്ട് ഒതുങ്ങിയില്ലല്ലോ. പഠിച്ചോ? വല്ലവരും പഠിച്ചോ? ഇപ്പോഴും അയലത്തുകാരോട് മിണ്ടുകയല്ലോ, ഒരു സഭയിലാ കൂടുന്ന കൈ കൊടുക്കുകയല്ലോ, സഹോദരങ്ങളോട് മിണ്ടുന്നില്ലല്ലോ. എന്തോ എല്ലാവരും പമ്മിയിരിക്കുന്ന, അനക്കമൊന്നും ഇല്ലാത്ത, ചത്തിരിക്കുകയാണോ അതോ സ്തംഭിച്ചിരിക്കുകയാണോ? ഇപ്പോഴും കൊമ്പ് കോർക്കുകയല്ലേ, വന്നിട്ടും പഠിക്കുന്നില്ലല്ലോ. അപ്പൊ ഇനിയും വരുന്നുണ്ട്. വരട്ടെ, വരുവെന്നാന്നല്ലേ പുസ്തകത്തിലെ വാക്യു. സ്തോത്രം. അപ്പൊ കേൾക്കുന്ന വാർത്തകളെല്ലാം മനോദുഃഖം ഉളവാക്കുന്ന, അസ്വസ്ഥത ഉളവാക്കുന്ന, ഭീതി ജനിപ്പിക്കുന്ന വാർത്തകളാ ഓരോ ദിവസവും കാതുകളിൽ കേൾക്കുന്നത്. ഉണ്ണായി വാര്യര് പണ്ട് നളചരിതത്തിൽ പറഞ്ഞതുപോലെ, ചലതളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ, കുസുമ സൗരഭം നാസാ ഗുഗരസരസൈരിപം, അതിദുഃഖ കാരണം എന്നാരാമ സഞ്ചാരണം. തൊട്ടയിൽ ഒത്തിരി അധ്യാപകരുള്ളത് കൊണ്ടാണ് ഞാൻ 2 ചീല് ചൊല്ലിയത്. ചിലര് കടന്നു പോയി, ഇപ്പോഴും ഉണ്ട് ചിലര്. അപ്പൊ ചലതളി ജങ്കാരം ചെവികളിൽ അങ്കാരം, കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ എന്നാ. ശൂലം കൊണ്ട് ചെവിക്കകത്തോട്ട് കുത്തി തുളയ്ക്കുന്നത് പോലെ സ്വൈര്യക്കേടാണ് ഈ ശബ്ദവും ഈ കേൾവികളൊക്കെ. അതുപോലത്തെ കേൾവികളായി ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. മനോസുഖമുണ്ടാക്കുന്ന, സന്തോഷം വരുത്തുന്ന, ആനന്ദമുണ്ടാക്കുന്ന വാർത്തകളൊന്നും കേൾക്കുന്നില്ല. പത്രമെടുത്താലും ദൃശ്യമാധ്യമങ്ങളിൽ കൂടി ആന്നേലും ഫേസ്ബുക്കിലാന്നേലും വാട്സാപ്പിലാന്നേലും ഏത് ന്യൂസ് എടുത്തേ നല്ല വാർത്തകളല്ലല്ലോ കേൾക്കുന്നത്. ആണോ? അല്ല. പക്ഷെ ഇതിന്റെ നടുവിൽ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ആർക്കും കേൾക്കാം, എവിടെ വെച്ചും കേൾക്കാം, ആരോടും പറയാം, ആർക്കും കേൾക്കുവാൻ, ഇരിക്കുവാൻ മനോസുഖം വരുത്തുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ഇടിക്കണം പേയിൻ കോട്ട നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുരാജന്റെ സുവിശേഷ കൊടി കോശത്തോടുയർത്തി ഡണം വേഗം ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ല വാർത്ത, സുഖമുണ്ടാക്കുന്ന വാർത്ത, അത് സുവിശേഷമാണ്. ഗുഡ് ന്യൂസ്. എനിക്ക് ആംഗലേയ ഭാഷയൊന്നും വലിയ വശമില്ല, നിങ്ങളെല്ലാം നന്നായിട്ട് പറയുന്നവരാ. ന്യൂസ് സ്പെല്ലിങ് NEWS, ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തട്ടയിലല്ലേ യോ നടക്കുന്നേ. ന്യൂസ് NEWS എന്ന് പറഞ്ഞാൽ നോർത്തും ഈസ്റ്റും വെസ്റ്റും
സൗത്തും ആ മുഴുവൻ സ്ഥലത്തും കേൾക്കേണ്ട വാർത്ത ഇതാ. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും എല്ലാം കേൾപ്പിക്കേണ്ട വാർത്തയും കേൾക്കാൻ കൊള്ളാവുന്ന വാർത്ത. ആമേൻ. നല്ല വാർത്ത ഇത് മാത്രമാ. ഗുഡ് ന്യൂസ്, സുവിശേഷം, സദ്വർത്തമാനം. കുഷ്ഠരോഗി പറഞ്ഞത് അറിയാവല്ലോ, മിണ്ടാതിരുന്ന കുറ്റം വരും കേട്ടോ. മിണ്ടാതിരുന്ന കുറ്റം വരും. അടുക്കളയിൽ പെരുമാറാൻ വരുന്ന സഹോദരി രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ അവർക്ക് തുരിതാന്ന് ജോലി കൊടുത്തോണ്ടിരിക്കുകയല്ല. ഒക്കുന്നെങ്കിൽ തുണി കഴുകിയോടി, കഴുകി, എന്നാ മീനോട് വെട്ടി വെച്ചുവാ. അവൾക്ക് കുത്തിയിരിക്കാൻ നേരം അവളിരുന്ന് പിരാഗ്. അയ്യോ തൊളയാകുകയില്ല. മിണ്ടുന്നില്ലല്ലോ ആരും. മിണ്ടിയിട്ടും വലിയ കാര്യമില്ല. ജോലി ചിലപ്പോൾ കുറച്ചായി ജയിപ്പിക്കലും സുവിശേഷം പറയണം. അവർ അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കുവോ, ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുവോ, അത് അവരാ തീരുമാനിക്കേണ്ട. പക്ഷെ പറയേണ്ട കർത്തവ്യം നമ്മുടേതാണ്. സദ്വർത്തമാനം ഉണ്ടാതിരിക്കരുത്, കുറ്റം വരും. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. ഈ മനുഷ്യനാ ജാതി സ്പർദ്ധയൊക്കെ ഉണ്ടാക്കിയത്. മനുഷ്യനാ, ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. അല്ല, മനുഷ്യനാ ഈ ജാതി. ഗുരു പറഞ്ഞത് ജാതി ചോദിക്കരുത്, പറയരുതെന്നൊക്കെയാ. അങ്ങനെയാ പറഞ്ഞത്. അതുപോലാന്നോ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കട്ടെ. എന്തിനാ ഇപ്പം മറ്റുള്ള സ്ഥലത്ത് കൈയേറുന്നത്? നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ, ഉണ്ട്. നിങ്ങളിപ്പോ ഇല്ല പരിശുദ്ധർ കളിച്ചിരിക്കുക, എല്ലാം കണക്കാ. ചെല്ലു ആരാധനിക്കുമ്പോ ഞങ്ങൾ ഈ സഭയോട് ഇല്ലില്ല, നിങ്ങളുടെ ആൾക്കാർ കൂടുന്ന സഭ മിത്രപുരത്തുണ്ട്, അങ്ങോട്ട് പോ. എന്നെ എല്ലാരും പരുങ്ങുന്നേ യോടി. അതായത് കാര്യം പറയുന്ന ഇഷ്ടമല്ല, ഇങ്ങനെ ലൈൻ കമ്പി ആയിരിക്കുമ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. മിണ്ടുന്നില്ലല്ലോ. ഇത് ഞങ്ങളുടെ ആൾക്കാരുടെ സഭയാ. നിങ്ങളുടെ ആൾക്കാർ നമുക്ക് യോഗം എത്ര മണി വരെയാ? 9. അത്രയും പോവുകയല്ല. പോവുകയല്ല. ഇരിപ്പ് കാണുമ്പോൾ അറിയാം, പോവുകയല്ല. മനുഷ്യനായി ജാതിസ്പർദ്ധ ഉണ്ടാക്കി വെച്ചത്. പഠിച്ചതല്ലേ? ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഡ്യോഗം എന്നിങ്ങനങ്ങാമറേടിതം കലർന്നിടുന്ന ശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാച്ചിച്ചു പോകിലും വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീഴായി കൃമികളായി പോകിലും നല്ല ദേഹം. ഇത് മുഴുവൻ നശിച്ചു പോകുന്നതല്ലേ? ഇതിലധികം രസിക്കുകയും ആഹ്ലാദിക്കുകയും പ്രശംസിക്കുകയും ഒന്നും ചെയ്യരുത്. ഈ സ്പർദ്ധയൊന്നും പാടില്ല. ഒരു കാലത്ത് ഈ കേരളത്തിലൊക്കെ അങ്ങനെ വലിയ സ്പർദ്ധയുള്ള കാലമുണ്ട്. ഞാനെപ്പോഴും പറയും, പട്ടിക്കും പന്നിക്കും മടി കൊണ്ട് നടക്കാം, മനുഷ്യന് നടക്കാൻ മേല. ഇതുപോലെ വെള്ളത്തുണി കൊടുത്തോണ്ടൊന്നും എല്ലാവർക്കും നടക്കാനൊക്കത്തില്ല. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. പള്ളിക്കൂടത്തിൽ കയറ്റിയതിന് പള്ളിക്കൂടം കത്തിച്ച ചരിത്രമുണ്ട്. അധസ്ഥിതരാകുന്ന അധകൃതരാകുന്ന താഴേക്കിടയിലുള്ള ആൾക്കാരെ വിദ്യാഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. പള്ളിക്കൂടത്തിൽ കയറ്റിന് പള്ളിക്കൂടം കത്തിച്ചു. ഇതുപോലെ വെള്ളത്തുണി എടുത്തോണ്ടൊന്നും എല്ലാവർക്കും നടക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ചുട്ടിത്തോർത്ത അത് എല്ലാവർക്കും ഇല്ല. ചുട്ടിത്തോർത്തും എല്ലാവർക്കും ഇല്ല. ചുട്ടിത്തോർത്തും തൊപ്പിപ്പാളയും അല്ല, ഇതുപോലെ ഒന്നും കൊടുത്തോണ്ട് നടക്കാനൊക്കെ. അതൊക്കെ രാജകുടുംബത്തിൽപ്പെട്ടവരും ആഢ്യത്വമുണ്ടെന്ന് അവകാശപ്പെടുന്നവർക്കൊക്കെ. അല്ല, തന്നെ വഴി കൂടെ നടക്കാനൊക്കെ ഇത്ര അടി ദൂരം മാറണം. ഇടയ്ക്ക് കയറി പറയുക. ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. 2 അക്ഷരം കൂട്ടി വായിക്കാനും വെള്ളത്തുണി ഉടുക്കുവാനും അന്തസ്സായിട്ട് ജീവിക്കാനും മാന്യമായിട്ട് പോകാനും വരാനും ഇടയാക്കിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ സ്പർദ്ധയൊന്നും പാടില്ല, ജാതി സ്പർദ്ധ പാടില്ലെന്നുള്ളതാ. അപ്പൊ സകല ജാതികളും ഇത് കേൾക്കണം. ഒന്നുകൂടെ വായിച്ചോ മോള്, 49:1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. വേറൊന്നും കേൾക്കണ്ട, ഇത് കേട്ടാ മതി. സുവിശേഷം ഇത് കേൾക്കണം. ഇനി ഈ സുവിശേഷം കേട്ടാനുള്ള ഗുണം എന്നാ വിശദീകരിക്കുന്നില്ല. എടുത്ത വാക്യത്തോട് കൂട് പുലർത്തി വരേണ്ടത് കൊണ്ടാ സുവിശേഷം കേട്ടാനുള്ള ഗുണം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. ലൂക്കോസ് 2:10. കേട്ടാനുള്ള ഗുണം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, സുവിശേഷം കേട്ടാൽ അവൻ സർവ്വജനത്തിനും സന്തോഷമുണ്ടാകും.
ഇന്ന് രാത്രിയിലും മനോഭീതിയോടെ, ദുഃഖത്തോടെ, ചിത്തഭ്രമത്തോടെ, ആകുല ചിന്തയോടെ, നിരാശയുടെ പരാജയത്തിന്റെ പടുകുടിയിൽ ആരെങ്കിലും കിടന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ, സ്നേഹിത, സുഹൃത്തെ, പിതാവേ, മാതാവേ, ആത്മഹത്യ പരിഹാരമല്ല, വിഷം കഴിക്കുന്ന പരിഹാരമല്ല, നാട് വിട്ട് ഓടി ഒളിക്കുന്നത് പരിഹാരമല്ല, ആമേൻ, സ്തോത്രം, മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതും പരിഹാരമല്ല. പരിഹാരം യേശുവിലുണ്ട്. പരിഹാരം ക്രിസ്തുവേശുവിലുണ്ട്. ആമേൻ, സ്തോത്രം, സ്തോത്രം. നിനക്ക് സമാധാനം തരുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് അറുതിയും പരിഹാരവും തീർപ്പും കൽപ്പിച്ച് ആമേൻ സമാധാനം തരുവാൻ, സന്തോഷം തരുവാൻ കഴിവുള്ളവനാണ് യേശു. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. യേശു നായകൻ, സമാധാന ദായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. നിൻ സഹായകനവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ, ലോകപോരിതിൽ അനുദിനം ജയമേ, ലോകപോരിതിൽ അനുദിനം ജയമേ. യേശു നായകൻ, സമാധാനദായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരും മനമേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. ഇന്ന് രാത്രി എന്നെ പ്രിയപ്പെട്ടവരെ, ആമേൻ, സ്തോത്രം, സുവിശേഷം കേട്ടാൽ സന്തോഷമുണ്ടാകും. മദ്യവും മയക്കമരുന്നും ലഹരി പദാർത്ഥങ്ങളൊന്നും സന്തോഷം തരുന്നതല്ല. ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല, എന്നാൽ മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ചിലര് പറയുന്നത് അത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പുള്ളിയുടെ ഭാഷ ഒരു പിമ്പിരിയാണ്. എനിക്കറിയത്തില്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ ഈ മാർഗത്തിൽ വന്നതാ. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെ വീട്ടും കൃത്യമായിട്ട് ക്ഷേത്ര ദർശനം നടത്തും. വളരെ ഭക്തിയോടാണ് ജീവിച്ചത്. വിവരിക്കുന്നില്ല. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചികിത്സകൾ ഏറെ ചെയ്തു, ഭേദമൊന്നും വന്നില്ല. അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തു. അതിനൊന്നും എനിക്ക് സമാധാനവും ആശ്വാസവും ലഭിച്ചില്ല. ഒരു സന്ധ്യയ്ക്ക്, ഇതുപോലെ ഒരു വൃശ്ചിക മാസത്തിലാണ്, സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞ് നാമജപമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ വീടിന് മുറ്റത്ത് ഇതുപോലെ ആളൊന്നുമില്ല, ചുരുക്കം പേര്, ഒരു യോഗം. ദൂരെ മാറി മറഞ്ഞ് ശ്രദ്ധിച്ചെങ്കിലും ഹൃദയത്തിൽ ആഗ്രഹം, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടും. അറച്ചും മടിച്ചു വന്നതിലും മുമ്പോട്ട് ചെന്നു. അവിടെയുള്ളവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് അവരെല്ലാവരോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ഉപദേശിമാരിൽ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. ഉദ്ദേശം ആ രാത്രി ഒരു 11:45 രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപ നൽകി. അങ്ങനെയായി ഈ മാർഗത്തിൽ വന്നത്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഒരു കാര്യം ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ദൈവത്തിന് മഹത്വം. ആമേൻ. വലിയ സമാധാനവും സന്തോഷവും ലഭിക്കുന്ന മാർഗമായത്. ഇത് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. സങ്കീർത്തനക്കാരൻ ഇതിനൊരു വാക്യം പറഞ്ഞത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. പക്ഷെ നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് അതൊന്നും ഇല്ലാത്തതുപോലെ, വളരെ അക്കടി പറ്റിയതുപോലെ നിങ്ങൾ ഇരിക്കുന്നത്. ദൈവമേ, ഇതുപോലൊരു ചതിവ്. മുഖോട്ട് തെളിയുന്നുമില്ല, യാതൊരു ഇപ്പൊ ചെല്ല് പറയുന്ന പാസ്റ്റർ സന്തോഷമുണ്ട്, എല്ലാം അകത്തിരിക്കുക. ഞങ്ങളങ്ങനെ യോഗത്തിന് സന്തോഷം ഒന്ന് ഇറക്കി വിടുകയല്ല. സ്തോത്രം. അകത്ത് സന്തോഷം ഉണ്ടാകുമ്പോൾ പുറത്തും അറിയാം. പഴത്തിന് പഴുപ്പ് കൂടുന്തോറും വെളിയിൽ പിന്നെ കളർ മാറും. അകത്ത് ഇത് കൂടുന്തോറും കളർ അറിയാം. ദൈവത്തിന് മഹത്വം. ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക, പഴുക്കാതെ പച്ചയ്ക്ക്. അങ്ങനെയും വന്നിരിക്കുന്നല്ലോ ഈ രാത്രി, അത് തന്നെ വലിയ കാര്യം. ദൈവത്തിന് മഹത്വം. അപ്പോൾ വലിയ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുക.
ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്തൊരാനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോൽ കാണാവതല്ലാത്തൊരാനന്ദമേ. ഈ മൺശരീരം ഉടയുന്ന നേരത്ത് പിൻശരീരം നമുക്കേകിടുമേ. എപ്പോഴും സന്തോഷം സന്തോഷം നൽകുന്ന ആനന്ദമേ, പരമാനന്ദമേ. അപ്പം ആനന്ദമാ, സന്തോഷമാ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള. വായിച്ചേ മോളെ, വായിച്ചേ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതാ സുവിശേഷം. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥം ഒന്നും സന്തോഷം തരത്തില്ല. അതൊക്കെ ശാശ്വതമല്ല, നിലനിൽക്കുന്നതല്ല. നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന, തലമുറയുടെ ഭാവിയെ തകർക്കുന്ന, നിന്റെ കുടുംബത്തിൽ അരാജകത്വം വരുത്തുന്ന, കുടുംബത്തിൽ ഭിന്നിപ്പും ചിത്രിപ്പും വരുത്തുന്ന വിഷയങ്ങളാണ്. എന്നാൽ നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം മാറ്റുവാൻ, തകർച്ച മാറ്റുവാൻ, നിരാശ മാറ്റുവാൻ, പാളിച്ചകൾ മാറ്റുവാൻ, നിനക്ക് സന്തോഷം തരുവാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. എവിടെ പോകുന്നു മോളെ? അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. കേട്ടാലുള്ള ഗുണം എന്നാ? അതാ ഇപ്പം വായിച്ചത്. സർവജനത്തിനും സന്തോഷമാണ്. അതാ ക്രിസ്തു. ദൈവത്തിന്, അതാ യേശു ക്രിസ്തു. ദൈവത്തിന്റെ മഹത്വം. ഇന്നലെയും ഇന്നും ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ അത് മുടങ്ങുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് ചുമലുകെടുക്കുവാൻ വാത്സല്യ ഭവനത്തെ HMയുടെ പ്രവർത്തക ഈ സഭയെയും അവിടെ കൂടി വരുന്ന ദൈവമക്കളെയും ദൈവം അതിനായിട്ട് ഉപയോഗിക്കുന്നല്ലോ. ബഹുമാന്യരായ കർത്തൃദാസന്മാരും അതിനെ സഹകരിക്കുന്നല്ലോ. ദേശവാസികളും അതിന് എതിർക്കാരെയും ഉടക്കാരെയും കേട്ടിരിക്കുന്നല്ലോ, സഹിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു കുഴപ്പവും വരികയില്ല. എവിടെയും ഉയർത്തുവാൻ പറയുവാൻ കൊള്ളാവുന്ന ഒന്നേയുള്ളത് സുവിശേഷമാണ്. ഞാൻ ഏതായാലും സമയം പോകും. വാച്ചിഞ്ഞ് തന്നോ, അല്ലേ പിന്നെ ഞാൻ അങ്ങ് നിന്ന് പറയും, നിങ്ങൾ പറയും അയാളുടെ തൊഴിലാതാന്ന് പറയും. കൃത്യമായി വായിച്ചു തരണേ. പണ്ട് തോമ്പിക്കൊണ്ടത് ചെന്നപ്പോൾ തെറ്റായി വായിച്ചു തന്ന് ഞാൻ 11:45 വരെ പ്രസംഗിച്ചു. അപ്പൊ പിന്നെ അത് പ്രശ്നമായി. ഇത് കറക്റ്റാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി ഈ സുവിശേഷത്താൽ എന്തൊക്കെ സംഭവിക്കും? കേട്ടാ ഞങ്ങൾ പോയാ മതിയോ? ചൊല്ലി പറയും ഞങ്ങൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാ. പിന്നെ ഈയിടെ ഒരാൾ വന്ന് കേൾപ്പിച്ചു, കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ കാലത്തെ കേൾക്കുന്നതാ. പിന്നെ മൂത്താമ്പാക്കല് കേട്ടിട്ടുണ്ടോ? മൂത്താമ്പാക്കൽ കേട്ടിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ കസിൻസാ. എൻ്റെ വല്യമ്മച്ചിയുടെ അമ്മച്ചിയും കൊച്ചുകുഞ്ഞുപദേശിയുടെ ഗ്രാൻഡ് മദറും തന്നെ എല്ലാവരും പമ്മിയിരിക്കുന്നേ. വകുപ്പൊക്കെ പറയാൻ നല്ല മിടുക്ക. കുക്സായിപ്പിനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അതേണ്ട അപ്പറേ വന്നിട്ടുണ്ട് കാളവണ്ടിയല്ലേ. കരൂര് ഷമലച്ചാൻ്റെ അപ്പച്ചൻ അല്ലേ അച്ഛാ? അച്ഛാൻ കണ്ടിട്ടുണ്ടോ കുക്സായിപ്പിനെ? പിന്നെ കാളവണ്ടിയെ കയറിയായിരുന്നു? കയറായിരുന്നാ നല്ലത്. അല്ല, അവര് കണ്ടവരാ. അപ്പൊ ചിലര് വകുപ്പ് അറിയാം. കുക്സായിപ്പിനെ അറിയാമോ? പിന്നെ അറിയാം. പിന്നെ കുക്സായിപ്പിന്റെ കാലത്ത് ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയാലോ. ഉടനെ അതിലും മിടുക്കര് പറയും നോയൽ സായിപ്പിനെ അറിയാം. നോയല് ബ്രദർകാര്, നോയൽ മെമ്മോറിയൽ സ്കൂള് കേട്ടോ, ഞങ്ങളുടെ പെരയിടത്തില്ല. ഈ അങ്ങ് പാരമ്പര്യം ഞങ്ങളിതെല്ലാം കേട്ടിട്ടുള്ളതാ. പിന്നെ പുഞ്ചമണ്ണിൽ മാമനുപദേശി അറിയാമോ? പുഞ്ചമണ്ണിൽ മാർത്തോമക്കാരോട് സംസാരിക്കുമാരെ പുഞ്ചമണ്ണിൽ കൊച്ചു കുഞ്ഞപ്പിയും വലിയ കുഞ്ഞപ്പിയും അറിയാമോ? കേട്ടിട്ടുണ്ടോ? അയ്യോ, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാ. ചുമ്മാ ഇരുന്ന് ഞെട്ടുക. ഉണ്ട് പെന്തിക്കോസുകാര് തീജുവിമ്മച്ചനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, കേട്ടുണ്ട്. ഇവിടെ എത്ര വട്ടം വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാടിയാണോ? നിങ്ങൾ പൊട്ടമാടത്ത് ഇരിക്കുമ്പോൾ എന്നെ കളിയാക്കുകയാണോ? അല്ലേ ആൾക്കാർ വകുപ്പ് പറയുന്നതേ ഉമ്മച്ചനപ്പച്ചൻ. പിന്നെ ഇതിലേ അല്ലേ അങ്ങോട്ട് നടക്കുന്നത് തേരാപ്പാര്. പിന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ 30 ഏത്തയ്ക്ക അപ്പച്ചൻ കഴിക്കുമായിരുന്നു. അതിനടുത്ത മുട്ടയും. എൻ്റെ അമ്മച്ചി മുട്ട പുഴുങ്ങി ഊപ്പാട് വന്നെന്ന്.
അപ്പച്ച ചുമ്മാ മുട്ട തിന്ന് വെച്ച് പോകല്ല, അകത്തിൽ നിന്ന് അതുപോലെ വരുന്നത്. നമ്മൾ ചുമ്മാ മുട്ട തിന്ന് വെച്ച് ഒരു ഊക്കും പറയത്തുമില്ല. മുട്ടയെല്ലാം തിന്നുന്നതല്ലാതെ. അപ്പൊ എല്ലാവരും വകുപ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ അന്ന് മുതൽ കേൾക്കുന്നതാണ്. യോ ഞങ്ങളുടെ നടുമുറിക്കകത്തല്ലയോ ഇത് തുടങ്ങിയത്. ഞങ്ങളുടെ പഴയ വീട്ടിന്റെ നടുമുറിക്കകത്താ. പിന്നെ ഞങ്ങൾ അന്ന് മുതലേ കേൾക്കുക. നല്ല കാര്യം. അതെ, ഈ സുവിശേഷം കേട്ടാൽ എന്തൊക്കെ സംഭവിക്കും അതറിയണ്ടേ. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശുക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകലരും രക്ഷപ്പെടാൻ. ആരാണ് കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. സുവിശേഷം കേട്ടാലുള്ള ഗുണം സന്തോഷം ഉണ്ടാകും. അങ്ങനെയുള്ള ഈ സുവിശേഷം കേട്ടാൽ എന്തൊക്കെ സംഭവിക്കും? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. വായിച്ചു അറിവുള്ള വാക്യമാ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14 അറിവുള്ള വാക്യമാ. നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളോടല്ലല്ലോ പറയുന്നേ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം. ഒന്നുകൂടെ വായിച്ചേ മോളെ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ദൈവം തമ്പുരാൻ നേരിട്ട് പറയുകയാ. അടുത്തത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടണം. അപ്പോൾ സുവിശേഷത്താൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം മാനസാന്തരം. വിശദീകരിക്കുന്നില്ല, എല്ലാവരും മാനസാന്തരപ്പെട്ടവരാണല്ലോ. 82 പെട്ടു, ജനിച്ചപ്പോഴേ പെട്ടു, വല്യപ്പച്ചന്റെ കാലത്തെ പെട്ടു, എല്ലാവരും മാനസാന്തരപ്പെട്ടവരാ. ഇനിയിപ്പം നിങ്ങളോട് എന്നാ പറയാനാ? പണ്ടൊരു ആൾ എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം അറിയാവുന്നൊരു കൈപൊക്കാൻ. കുറെ പേര് കൈപൊക്കി. അറിയാവുന്ന നിങ്ങളോട് പറയണ്ടല്ലോ. അറിയാൻ പാടില്ലാത്തവര് ബാക്കിയുള്ളവർ പൊക്കി. അറിയാൻ പാടില്ലാത്ത നിങ്ങളോട് പറഞ്ഞിട്ടും വലിയ കാര്യം ഇല്ല, ഞാൻ പോവാന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമല്ലോ. എന്തുവാ ഈ മാനസാന്തരം? ഒറ്റ വാക്കി പറയാ, മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചു വരവാ, അല്ലെ തിരിഞ്ഞു വരവാ. നിങ്ങളൊരു വാക്യം വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 19 ഒന്ന് വായിച്ചേ. 3:19. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. തിരിയണം. എങ്ങനെ തിരിയണം? നേരത്തെ ജീവിതം, സംസാരം, പ്രവൃത്തി, ഇടപാട്, രീതികള്, നിഷ്ഠ, ചിട്ടകള്, പാരമ്പര്യം, മാമൂല് ഇതെല്ലാം വിട്ട് തിരിഞ്ഞു വരണം. അതാ മാനസാന്തരം. നമ്മൾ മാനസാന്തരപ്പെട്ടെങ്കിലും തിരിഞ്ഞോട്ടൊന്നുമില്ല, പിന്നെ നമ്മൾ പോവുക. നമ്മൾ എല്ലാം ഉപേക്ഷിച്ചല്ലോ, എല്ലാം ഉപേക്ഷിച്ചെന്നാ എല്ലാവരും പറയുന്ന, ഇല്ലയോ? മിണ്ടുന്നില്ല. ഇപ്പൊ ആരും ഉപേക്ഷിച്ചില്ലേ? എന്തേലും വാ തുറന്ന് പറ. എല്ലാം ഉപേക്ഷിച്ചെന്നാ എല്ലാവരും പറയുന്ന. വിട്ടു പാസ്റ്റർ, എല്ലാം വിട്ടു. പിന്നെ വിട്ടു എന്നെ വാ കുട്ടിച്ചാ ഏതാണ്ട് പറഞ്ഞവിടെ ഞാൻ കണ്ടല്ലോ പറയുന്നത്. എന്തുവാ പറഞ്ഞേ? പ്രസംഗം തെറ്റിയെന്നാണോ? മാനസാന്തരപ്പെടണമെന്നോ? ആയിക്കോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരണം. ആ പോയതുപോലെ പോകുന്ന നല്ല മാനസാന്തരം. എവിടെ വെച്ച് മാനസാന്തരപ്പെട്ടോ അവിടെ വെച്ച് തിരിയണം. ആ നേരത്തെ പോയ വഴി കൂടെ രീതി ഒന്നും ഇനി പാടില്ല. അതാ മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു പിന്നെ ആ സ്റ്റോപ്പിൽ നിന്ന് മുന്നോട്ട് തന്നെയാ പോകുന്നത്, തിരിഞ്ഞൊന്നുമില്ല. നേരത്തെ ചെയ്തതും കണ്ടതുമല്ല അതുപോലെ തന്നെ. അതല്ല മാനസാന്തരം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്
ഒരു ശുശ്രൂഷയ്ക്ക് മാവേലിക്കരയ്ക്ക് പോവുക. ബസ്സിനാണ് പോകുന്നത്. അപ്പം തിരുവല്ലയിൽ നിന്ന് കയറി ബസ്സിൽ കണ്ടക്ടർ ഇരിക്കുന്ന ആ സീറ്റേല ഇരുന്നത്, സൈഡ് സീറ്റിൽ. ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ടർ വന്നിരിക്കും, ടിക്കറ്റ് കൊടുത്തേച്ചു. വേറെ ആരും വന്ന് പെട്ടെന്ന് ഇരിക്കുകയില്ല, കണ്ടക്ടറുടെ സീറ്റ് ആയതുകൊണ്ട്. അപ്പം എനിക്ക് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പം രാവിലെ ബസ്സിൽ കയറി, അധികം ആള് കയറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അപ്പച്ചൻ 10-80 കാണുമായിരിക്കാം, കൃത്യം അറിയത്തില്ല. ഇപ്പം അപ്പച്ചന്മാര് അപ്പച്ചൻ ഏതാ കൊച്ചൻ ഏതാന്നൊന്നും അറിയത്തില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് അല്ലേ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് അറിയത്തില്ല അമ്മ ഏതാ വല്യമ്മ ഏതാ. അതെ ആണെന്ന്. അയ്യോ, നമ്മൾ ചോദിക്കില്ല എന്തുകൊണ്ട് പ്രായം കണ്ടിട്ട് എന്നാ തോന്നുന്നു. ആരെങ്കിലും നേരും ചൊവ്വനും വർത്താനം പറയുമോ? നമ്മൾ ചോദിക്കില്ല എന്തുകൊണ്ട് പ്രായം കണ്ടിട്ട് എന്നാ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് കൃത്യം പറയാനൊക്കത്തില്ല, ഒരു 80 കാണുമായിരിക്കാം. അപ്പൊ അദ്ദേഹം ഞാനിരുന്ന സീറ്റിന്റെ 2 സീറ്റ് ഫ്രണ്ടിലായിരുന്നത്. അപ്പം ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടർ വന്നപ്പം ആ പ്രിയ പിതാവ് കണ്ടക്ടറോട് പറഞ്ഞു, സാറേ പുത്തുകുളപ്പടി ഇറങ്ങണം. അതായത് മാന്നാർ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് പുത്തുകുളപ്പടി ഇറങ്ങണം. എനിക്ക് തിട്ടമില്ല, ഇറക്കണം. ആ ഇറക്കാം അപ്പച്ച. കാശും കൊടുത്ത് ടിക്കറ്റും കൊടുത്ത് അപ്പച്ചൻ ഇരുന്നു. അപ്പം വണ്ടി വിട്ടു. രാവിലത്തെ യാത്ര. ഈ അപ്പച്ചൻ പഴയ ആളല്ലേ, തല നിറച്ച് എണ്ണ വെച്ച് കുളിച്ചതാ. അപ്പം നല്ല തണുപ്പ് തലയ്ക്ക്. വണ്ടി അധിക സ്പീഡല്ല, എന്നാൽ ന്യായമായ സ്പീഡ്. അപ്പം രാവിലത്തെ നല്ല കുളിർമയുള്ള കാറ്റും തല നിറച്ച് എണ്ണ വെച്ചത് കൊണ്ട് അപ്പച്ചൻ അങ്ങ് ഉറങ്ങി. നല്ല മയക്കം. വണ്ടി ഇങ്ങനെ പോവുക. കാവും ഭാഗമൊക്കെ കഴിഞ്ഞ്, പൊടിയാടിയും കഴിഞ്ഞ്, പുളിക്കീട് പാലവും കഴിഞ്ഞ്, സൈക്കിൾ മുക്കുമൊക്കെ കഴിഞ്ഞ്, പരുമല പാലവും കയറി, പരുമലയും കഴിഞ്ഞ്, സ്റ്റോർ മുക്കും കഴിഞ്ഞ്, കോഴിക്ക് മുക്കും കഴിഞ്ഞ് വണ്ടി പോവുക. ഇന്നാൾ ഞാൻ പറഞ്ഞു ബസ്സിലായിരുന്നു, കണ്ടക്ടറായിരുന്നു എന്ന്. ഞാൻ എന്തെല്ലാം കാര്യങ്ങളാ. അപ്പം ഇത് കഴിഞ്ഞ് പുത്തുവിളപ്പടിയും കഴിഞ്ഞ് കണ്ടക്ടർ അങ്ങ് മറന്നുപോയി. അപ്പച്ചൻ ഉറങ്ങി. കല്ലുമൂട് കഴിഞ്ഞ് കാരാഴ്മ വളവിൻ്റെ അവിടെ ആയപ്പോഴാ അപ്പച്ചൻ കണ്ണു തെളിച്ചപ്പം അടുത്തിരുന്ന ആളോട് ചോദിച്ചു, എവിടായി കുഞ്ഞേ? അപ്പച്ച ഇത് കാരാഴ്മ കഴിഞ്ഞ. അയ്യോ, അടിക്ക് സാറേ എന്ന് പറഞ്ഞു. ബെല്ലടിക്കാൻ അടിച്ചു. അപ്പച്ചൻ അങ്ങ് ബഹളമായി. ബെല്ലടിച്ചപ്പം വണ്ടി പെട്ടെന്ന് നിർത്തി. സ്റ്റോപ്പിലല്ല നിർത്തിയത്, ഇടയ്ക്ക. ആ ഒരു 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ, കൺവെൻഷനാ. അപ്പം ഇടയ്ക്ക് കൊണ്ടാണ് നിർത്തിയത്. അപ്പൊ അപ്പച്ചൻ അങ്ങ് ശോഭിച്ചു, ശുണ്ടിയായി. ഏതാണ്ടെല്ലാം അങ്ങ് പറഞ്ഞ ചപ്പച്ചൻ തന്നോട് ഞാൻ പറഞ്ഞതല്ലയോടോ എന്നെ പുത്തുകുളപ്പടി ഇറക്കണമെന്ന്, തനിക്ക് ഇത്ര അറിയാമേലെ പ്രായമായ ഞാൻ പറഞ്ഞ. കണ്ടക്ടർ ബുദ്ധിമാനാ, ഒന്നും മിണ്ടിയില്ല. അബദ്ധമാല്ലോ. അപ്പച്ചൻ അങ്ങ് പറയുക, പറഞ്ഞു കമ്പിയെ പിടിച്ച് ഇറങ്ങി വരിക, പറഞ്ഞതല്ലയോടോ ഇങ്ങനാന്നോടോ അങ്ങനെ. അപ്പം ഇറങ്ങി ബസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി തീരാൻ നേരത്ത് ഈ അപ്പച്ചൻ ഇറങ്ങുന്നതിന് മുന്നേ ഒരു കാലൂടെ വെക്കുമ്പോൾ താഴോട്ട് ഇറങ്ങും. ഇറങ്ങുന്നുണ്ട്. പിന്നെയും തിരിഞ്ഞു പറഞ്ഞ്, എടോ ഞാനിനി പുറകോട്ട് നടക്കണമല്ലോടോ. ശോഭിച്ചാ പറഞ്ഞ, ഞാനിനി പുറകോട്ട് നടക്കണമല്ലോ എന്ന് പറഞ്ഞു. കോപിച്ചു. വണ്ടിയിൽ നിന്ന് പിടിവിട്ട് അങ്ങോട്ട് റോഡിലോട്ട് മാറി. ബെല്ലടിക്കുന്നതിന് മുന്നേ കണ്ടക്ടർ അപ്പച്ചനോട് പറയാം. പുള്ളി ഒരു പൊടി രസം പറയുന്ന ആളാ. പുള്ളി അതുവരെ മിണ്ടാതിരുന്ന വെച്ച് പറഞ്ഞു, അപ്പച്ചാ 19 വയസ്സുള്ള ഈ പ്രായത്തില് തുരുതുരുതുരുതുരാന്ന് വണ്ടി വരുന്ന ഈ മെയിൻ റോഡിൽ കൂടെ അപ്പച്ചൻ പുറകോട്ട് നടക്കരുത്. അപ്പച്ചൻ തിരിഞ്ഞേച്ച് മുന്നോട്ട് നടക്കണം. ഇതാ മാനസാന്തരം. മനസ്സിലാകുന്നുണ്ടോ? തുരുതുരുതുരാന്ന് വണ്ടി വരുന്ന ഈ മെയിൻ റോഡില് ഈ 19 വയസ്സുള്ള അപ്പച്ചൻ പുറകോട്ട് നടക്കരുത്. അപ്പച്ചൻ തിരിഞ്ഞേച്ച് മുന്നോട്ട് നടക്കണം. ഇതാ മാനസാന്തരം. നമ്മളെല്ലാം പുറകോട്ട് നടക്കുക. മാനസാന്തരപ്പെടുന്നതിന് മുന്നേ അയലത്തുകാരുമായിട്ട് മിണ്ടുകയല്ല. വന്നിട്ടും മിണ്ടുന്നില്ലല്ലോ. മാനസാന്തരപ്പെട്ടപ്പോൾ സഹോദരങ്ങളുമായിട്ട് കൊമ്പ. ഇതിനു മുമ്പ് ഇപ്പോഴും നേരത്തെ പ്രാർത്ഥിക്കാതെ കൊമ്പായിരുന്നു, ഇപ്പൊ പ്രാർത്ഥിച്ചേച്ചാ കൊമ്പ്. പണ്ട് പോക്കറ്റ് അടിക്കാരൻ രക്ഷിക്കപ്പെടുന്നു. നേരത്തെ എല്ലാവരുടെയും പോക്കറ്റ് അടിക്കും, ഇപ്പോൾ വിശ്വാസികളുടെ പോക്കറ്റ് അടിക്കുന്നുള്ളൂ. ആട്ടെ,
നേരത്തെ ഏത് പോക്കറ്റും അടിക്കും. ഇപ്പൊ പ്രാർത്ഥിച്ചു ദൈവമക്കളുടെ പോക്കറ്റ് അടിക്കൂ, വിശുദ്ധ പോക്കറ്റ്. ഇതല്ലേ മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരണം. ഒന്നുകൂടെ വാക്യം വായിച്ചേ മോളെ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിയണം. എന്താ ഈ മാനസാന്തരം? ഒന്ന് തിരിഞ്ഞു വരണം. രണ്ട് വഷളത്തം വിടുന്നതാ. 8-ാം അധ്യായത്തിന്റെ 21 വായിച്ചേ. 8:21 അപ്പോസ്തല പ്രവൃത്തി 8:21. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായ്ക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ വഷളത്തം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് വഷളത്തം വിടുന്നതാ. വിവരിക്കുന്നില്ല. എന്തിനാ അധികം വിവരിക്കുന്നേ? വഷളത്തമൊക്കെ വിട്ടേക്കണം. അതാ മാനസാന്തരം. അപ്പോൾ ഈ സുവിശേഷം കേട്ടാൽ നടക്കുന്ന കാര്യം ഒന്ന് മാനസാന്തരം. ഇനി രണ്ട് സുവിശേഷം കേട്ടാൽ നടക്കുന്നത് രണ്ടാമത്തത് സ്നാനം. അത് നടക്കണം. 8:35 വായിച്ചോ മോളെ. അപ്പോസ്തല പ്രവൃത്തി എല്ലാ വാക്യങ്ങളും എടുത്ത് വായിപ്പിക്കാൻ നേരമില്ല. 8:35 വായിച്ചേ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അതാ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം. പശ്ചാത്തലം അറിയാമല്ലോ. ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. അങ്ങനെ പോയി. ശമരിയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുക. ചെന്നു. അപ്പോൾ ഒരു തേര് വരുന്നു. ചേർന്ന് നമ്മള് ആളെ നോക്കിയാ ചേർന്ന് നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആളാണോ? നമുക്ക് കൈ കൊടുക്കാൻ പറ്റിയ സഭയിലാണെന്നില്ല. എല്ലാവർക്കും കൈ കൊടുക്കാത്ത ആൾക്കാരുണ്ടല്ലോ. ഇന്നാളൊരർത്ഥം കൈ തരിക 2 പേരല്ലേ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചിലര് എല്ലായിടത്തും യോഗം വെച്ചാൽ പോകുകയല്ല, എല്ലായിടത്തും ഭക്ഷണവും കഴിക്കുകയല്ല. അന്നൊരു പ്രത്യേക ഉപവാസമൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഇരിപ്പുണ്ട്. അല്ല ഇപ്പൊ പമ്മി ഇരിക്കുക ഉണ്ടെന്ന്. പേര് പറയണോ? പേര് പറയാം. വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്ന ഓർത്താ. ഉണ്ട്. തേരിനോട് ചേർന്ന് കടന്നു. അപ്പോൾ ആ മന്ത്രി തേരിൽ വരിക. നോക്കിയപ്പോ പുസ്തകം വായിച്ചോണ്ടൊക്കെ കയറിയിരിക്കാൻ പറഞ്ഞു. കയറിയിരുന്നു. ഏത് ഭാഗമാണെന്ന് ചോദിച്ചു. തിരുവെഴുത്താ. ഏത് ഭാഗം? യെശയ്യാ പ്രവചനമാ. ആട്ടെ, വായിക്കുന്നത് ഗ്രഹിക്കുന്നോ? അയ്യോ, ഒരുത്തം പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? ചെല്ലങ്ങ് വായിച്ചു വിടുക. ഇതെന്നാന്നൊന്നും അറിയാമല്ല. അങ്ങ് വായനയാ. വായിക്കുക. അങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല. പൊരുൾ തിരിച്ചു തരണം. കയറിയിരുന്ന് പൊരുൾ തിരിക്കാൻ തുടങ്ങി. യെശയ്യാ പ്രവചനമാ വായിച്ചത്. ഈ തിരുവെഴുത്ത് അടിസ്ഥാനമാക്കി ഒന്നുകൂടെ വായിച്ചേ മോള്. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി. തിരുവെഴുത്താണ് നമ്മുടെ ആധാരം. ഈ അടുത്ത കാലത്ത് ഒരു പുരോഹിതൻ പറഞ്ഞു, ഞങ്ങൾക്ക് തിരുവെഴുത്തൊന്നും അല്ല ആധാരം, സഭയാണ്, സഭയുടെ പാരമ്പര്യമാണ്. ഒരാൾ പറഞ്ഞതാ. നല്ല ബുദ്ധി ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്നാ ചെയ്യാനാ? വെളിവ് കേട്ടതിനോട് നമ്മൾ എന്നാ പറയാനാ? പ്രാർത്ഥിക്കുക അല്ലാതെ മാർഗമില്ല. നമ്മുടെ അടിസ്ഥാനം തിരുവെഴുത്താ, ദൈവത്തിന്റെ വചനമാ. ഈ വചനം വെച്ച എന്നെ നിന്നെ ന്യായം വിധിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പൊ തിരുവെഴുത്ത് ആധാരമാക്കി ഫിലിപ്പോസ് ഷണ്ണനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അതാ സുവിശേഷം അറിയിച്ചു. അങ്ങനെ സുവിശേഷം അറിയിച്ച് യാത്ര ചെയ്ത് വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പം ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയാ, തേണ്ട വെള്ളം എഴുതിയിട്ടില്ലെങ്കിലും ഫിലിപ്പോസ് പറഞ്ഞു, ഇവിടെയും വെള്ളം കാണും, ഇനി മുന്നോട്ട് പോയാലും മിക്കവാറും വെള്ളം കാണും. അതിന് നിനക്കെന്നാ? അല്ലല്ല, എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ഈ സുവിശേഷത്തിനകത്ത് ഇത് പറഞ്ഞു. അതുകൊണ്ടല്ലയോ സുവിശേഷം കേട്ടപ്പം സത്യം മനസ്സിലാക്കിയപ്പം വെള്ളം കണ്ടപ്പം പറഞ്ഞത് വെള്ളമെന്ന്. ശരിയായി സുവിശേഷം പറഞ്ഞാൽ സ്നാനവും പറയണം. സ്നാനം പറയുന്നില്ലെങ്കിൽ ശരിയായി സുവിശേഷം അല്ല. വിശേഷം പറഞ്ഞേച്ച് പോവുക. ശരിയായ സുവിശേഷം പറഞ്ഞാൽ എന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ വന്ന ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു.
അതോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ സംസാരം ഇപ്പൊ ഈ സുവിശേഷം ഇഷ്ടമല്ലെന്ന് തോന്നല്ലേ? അതാ. അതോ മറിയ സംഗ്രഹിച്ചതുപോലെ ആയിക്കോട്ടെ. ദൈവത്തിന് മഹത്വം. ശരിയായ സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. അതുകൊണ്ടാണ് ശാന്ത പറഞ്ഞത് വേണ്ട വെള്ളം വെള്ളം വെള്ളം. വിശ്വസിക്കുന്നോ? സ്നാനപ്പെടുത്തി. ഞാൻ വിവരിക്കുന്നില്ല. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്ക. എങ്ങനെയാ സ്നാനപ്പെടണ്ടേ? സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിൽ ഇറങ്ങണം. യേശു മാതൃക കാണിച്ചേച്ചാ പോയത്. ചിലക്ക് തർക്കം വരും, എങ്ങനെയാ മുക്കുന്നത് എങ്ങനെയാണ്. അതിനാ യേശുവും യോഹന്നാനും വെള്ളത്തിൽ ഇറങ്ങി. യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ടു. യോഹന്നാൻ തടഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതാ ഇരിക്കെ അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. അപ്പൊ യോഹന്നാൻ തടഞ്ഞോണ്ട് പറയാ, യോ നിന്നാൽ സ്നാനപ്പെടാനാ ഞാൻ ആഗ്രഹിച്ചത്, നീ എന്നാൽ സ്നാനപ്പെടുന്നു. തടഞ്ഞു. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. അതാ ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് എടുത്ത വാക്യം ഞാൻ മറന്നിട്ടില്ല. കൂറ് പുലർത്തി വരാം. എങ്കിൽ ഇത് സുവിശേഷ യോഗമല്ലേ, ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഇതല്ലേ പറയണ്ടേ? ഇതല്ലേ? സ്തോത്രം. അപ്പോൾ സുവിശേഷം കേട്ടാൽ എന്ത് സംഭവിക്കും? ഒന്ന്, മാനസാന്തരം. അത് നടക്കണം. സക്കായിയുടെ വീട്ടിൽ യേശു വന്ന് മാനസാന്തരമാണ് സക്കായിക്ക്. അതെ അല്ലേ? കാണാനായിട്ട് പുള്ളി ആള് കുറുകിയവനാ. എല്ലാവരുടെ കൂടെ നിന്നാ കാണാനൊക്കത്തില്ല. പുള്ളിയന് ഓടി, മുമ്പോട്ടാ ഓടിയത് കേട്ടോ. കാണണമെങ്കിൽ മുമ്പോട്ടോടണം, പഴയ സ്ഥലത്തോട്ട് ഓടരുത്. എല്ലാരും അപ്പച്ചൻ പറഞ്ഞ പോലെ പുറകോട്ട്. സക്കായി മുന്നോട്ട് ഓടി. അല്ല, നിൽക്കുന്നിടത്ത് നിന്നാലും കാണാൻ ഒക്കുകയല്ല. ചില പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്നോണ്ട് കാണാന്നാ. കാണും. പുള്ളി മുന്നോട്ട് ഓടി, കാട്ടത്തിമേ കയറി, ആരും അറിയാതെ. അയ്യോ, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കൂടെ ഊളിയിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിൽ മറഞ്ഞിരുന്ന ചതുരതരമ്മ കണ്ടവനാ കർത്താവ്. സ്തോത്രം. നദനയിൽ വന്ന പറഞ്ഞു, കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ വെച്ചു? അത്തിയുടെ കീഴിരുന്നാ കാണുവേ. ഇവിടെ കണ്ട അത്തിയുടെ മേളിൽ ഇരിക്കുന്നവനെയും കണ്ടു. അപ്പൊ അത്തിയുടെ കീഴിലിരുന്നാലും കാണും, അത്തിയുടെ മേളിൽ ഇരുന്നാ. എഴുതിയിട്ടില്ലെങ്കിലും വേറെ പഠിതാക്കൾ പറയുന്നത് പാപം ചെയ്ത ചപ്പനും അമ്മയും അത്തിക്ക് മറഞ്ഞിരുന്നെന്ന സാറ്റുകളി. അതും ദൈവം കണ്ടു. എവിടാന്ന് ചോദിച്ചു. ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ ചോദിച്ചതാ, അല്ല ദൈവത്തിന് അറിയാൻ മേലാണ്ടാന്നു. ഇവരൊന്ന് പറയണ്ടേ? അപ്പൊ അത്തിയുടെ കീഴിലിരുന്നാലും കാണും, മേളിൽ ഇരുന്നാലും കർത്താവ് കാണും. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അപ്പൊ അവനോടും കർത്താവ് കാര്യം പറഞ്ഞു. പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. ഇങ്ങനെ ഇറങ്ങി വാ, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. ഞാൻ ആ ഭാഗം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയും, യേശു പ്രോഗ്രാം ചേഞ്ച് ചെയ്തു. അങ്ങനെ ചെയ്യും, പ്രോഗ്രാം മാറ്റി. യെരൂശലേമിലേക്ക് പോകുക. പക്ഷെ ഇവന്റെ ആഗ്രഹവും വാഞ്ചയും കർത്താവ് കണ്ടു. കണ്ടേച്ച് പറഞ്ഞു, പ്രോഗ്രാം ഒന്ന് ചേഞ്ച് ആക്കി. നിനക്ക് വേണ്ടി ദൈവം ചില പ്രോഗ്രാം ചേഞ്ച് ആക്കും. ചെയ്യും ദൈവം ചെയ്യും. പലരും പലതും എഴുതിയും കുറിച്ചും വെച്ചിരിക്കുക. പക്ഷെ നീ വിശ്വസ്തയോടെ നിന്നാൽ, നീ പരമാർത്ഥതയോടെ നിന്നാൽ നിനക്ക് വേണ്ടി ദൈവം ചിലത് തിരിക്കുവാനായി പറഞ്ഞത്. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് തിരിക്കുന്നവനാ സർവജ്ഞനായ ദൈവം. ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. അയ്യോ, സക്കായിയുടെ വീട്ടിൽ വന്നു. പുള്ളിക്ക് അങ്ങ് മാനസാന്തരമായി. മാനസാന്തരം വന്നോണ്ടേ പറഞ്ഞേ, നടുപ്പിച്ച് തട്ടിയേച്ച് യോഗം വെക്കാന്നല്ല പറഞ്ഞേ.
യേശുവേ നീ വന്നല്ലോ, ആളും കൂടുന്നുണ്ട്, ഞാൻ നടുപ്പിത്തി തട്ടുക, പുറത്തോട്ട് ടിൻഷീറ്റിട്ട് യോഗം നടത്താം. കുമ്പനാട്ട് പോയി 2 തമ്പേർ മേടിക്കുന്നുണ്ട്, അടിക്കാനായുള്ള 2 പേരെ. അതൊന്നുമല്ല പറഞ്ഞേ. മാനസാന്തരപ്പെട്ടപ്പോൾ സക്കായി പറഞ്ഞു പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന്. നമുക്കിങ്ങനെ മാനസാന്തരം വന്നിട്ടുണ്ടോ എന്ന് കൈ പൊക്കിക്കേ. പകുതി മിണ്ടുന്നില്ല. നമുക്ക് അവന്റെ പകുതിയും കൂടെ പ്രാർത്ഥിച്ചെടുക്കാനിരിക്കുക. അതാണ് നമ്മുടെ മാനസാന്തരം. എന്നെ എല്ലാരും കണ്ണി നോക്കുന്നേ. അടുത്തിരിക്കുന്ന പുള്ളിയെ നോക്കുന്ന പുള്ളി ശരിയല്ല, ഈ പുള്ളിയെ നോക്കുന്ന നീ ശരിയല്ലടാ. എനിക്കത് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, തമ്മിൽ. ഇതല്ലേ നമ്മുടെ മാനസാന്തരം. സഖായിക്ക് മാനസാന്തരം എന്നോ പറഞ്ഞത് പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക. പകുതി തീർന്നില്ല. ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരൂടെ പോട്ടെ, ചുമച്ച് കാണിക്കുക. ദൈവത്തിന് മഹത്വം. മാനസാന്തരം അതാ. വിവരിക്കുന്നില്ല, ഞാൻ ആ ഭാഗം വിടുക, വെറുതെ എന്തിനാ അലോക്യം ഉണ്ടാക്കുന്നത്. 1 സുവിശേഷം കേട്ടാൽ മാനസാന്തരം, 2 സുവിശേഷം കേട്ടാൽ സ്നാനം. യേശുവിനോട് ചേരുക, യേശുവിനെ ധരിക്കുക, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. ഇത് ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിയാ. യേശു മാതൃക കാണിച്ചു തന്നു. ശരിയായ സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. നമ്മള് ശരിയായിട്ട് പറയുന്നുമില്ല, ഇവരൊട്ട് ശരിയായിട്ട് കേൾക്കുന്നുമില്ല. ശരിയായിട്ട് കേട്ടാ ഇത് നടക്കണമല്ലോ. 3 ഈ സുവിശേഷം ശരിക്ക് കേട്ടാൽ 3 എന്റെ ഭാഷയാ, കണ്ണനമൊക്കെ വരും, എനിക്കറിയാം, അഭിഷേകം പ്രാപിക്കും. വായിച്ചേ 10-ാം അധ്യായത്തിന്റെ 44. പെട്ടെന്ന് വായിച്ചോ മോളെ. 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ. പശ്ചാത്തലം അറിയാമല്ലോ, പശ്ചാത്തലം അറിയാം. കൊർന്നല്യോസിന്റെ വീട്ടിലെ സംഭവമാ അല്ലെ. പ്രാർത്ഥിച്ച വ്യക്തിക്ക് തുപ്പട്ടിയുടെ ദർശനം കൊടുത്തു. സ്തോത്രം. മറ്റേ പിള്ളേരുടെ വീട്ടിൽ ദൂതനും ചെന്നു. പുള്ളിക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, ഈ പുള്ളിക്ക് അറുത്ത് തിന്നാൻ പറഞ്ഞു. ഈ വാക്യം വെച്ചേച്ച് സകല ക്രിസ്ത്യാനികളും കണ്ടതിനെല്ലാം അറുത്ത് തിന്നുക. കാരണം അങ്ങനെ കാണിച്ചല്ലോ. അറുത്ത് പന്നിയാന്നേ പന്നി, പാറ്റായാന്നേ പാറ്റ, പല്ലിയാന്നേ പല്ലി, പെരുമ്പാമ്പാന്നേ പെരുമ്പാമ്പ്, പട്ടിയാന്നേ പട്ടി, കണ്ടം പൂച്ചയാന്നേ. മിണ്ടുന്നില്ല. ഒരുത്തൻ എന്നോട് പറഞ്ഞു ഞാൻ പൂച്ചേനെയാ എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന്. ആണെന്ന് ഒരുത്തൻ പറഞ്ഞു പട്ടിയുടെ ഇറച്ചി നല്ലതാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ കാര്യമായി പറഞ്ഞു. വേറൊരുത്തൻ അടുത്ത കാലത്ത് പറഞ്ഞു അയ്യോ കഴിക്കുന്നെങ്കിൽ പെരുമ്പാമ്പിന്റെ ഇറച്ചി. ഈ പട്ടിയും പന്നിയും പെരുമ്പാമ്പിനെയും എല്ലാം തിന്നു ഇവനെല്ലാം പെരുമ്പാമ്പിന്റെ ഊര. സഭയിലാണെങ്കിലും ഉപദേശം ഒരു കാര്യം പറയുമ്പോ കേറി ചുറ്റി പരിഞ്ഞു നിൽക്കുകയല്ലേ. നിങ്ങൾ അനുഭവസ്ഥരല്ലേ, നിങ്ങൾ മിണ്ടുകല്ലുന്നു അല്ലേ. ഉള്ള ഇതിനെല്ലാം മരിഞ്ഞ് മുറിക്കുക. വീരന്മാർ ഇതിനകത്തിരിപ്പുണ്ട്. ഉള്ള പാമ്പിനെ എല്ലാം തിന്ന് പന്നിയെ തിന്ന് യോഗത്തിന് വന്നാലും നേരെ ഇരിക്കുമല്ലോ, പന്നി ഇരിക്കുമ്പോഴല്ലേ. പിന്നെ ആ കൂടെ പന്നി മേളിലോട്ട് നോക്കുന്നത് തലേന്നാ. 4 കാലും കെട്ടി ഇല്ല കമ്പ. അന്നേരം പുള്ളി മേളിലോട്ട് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം. ഇപ്പോഴാ പുള്ളി ഇതെല്ലാം കാണുന്നേ. പകലിന് എന്ത് സുന്ദരമായ ചന്ദ്രകോളം. അയ്യോ ആ നക്ഷത്രം തന്നെന്തോ. പിറ്റേന്ന് നിന്റെ അവസരമൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണമെന്നായി പറഞ്ഞത്. അപ്പൊ ഈ തുപ്പട്ടിയുടെ ദർശനം കൊടുത്തത് ഇതെല്ലാം കൂടെ അറുത്ത് മുടിച്ച് തിന്നാനല്ല. ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത്. നമ്മൾ ഈ പെന്തിക്കോസുകാരൊക്കെ ആന്നേലും ഉണ്ട്, ചിലർക്കൊക്കെ ഉണ്ട്.
ഉണ്ട്, ഇതിനകത്തും ഉണ്ട്. ഞാനെപ്പോഴും പറയും, ഈ സുവിശേഷമൊക്കെ പറയാൻ പോകുമ്പോഴേ ചിലര്, എല്ലാവരും അല്ല, ചിലര് വലിയ വീട് കാണും, വലിയ ചുറ്റുപാടും വീടും അതിലും ബിസിനസ്. നമ്മുടെ ഈ ടീമർക്കാണല്ലോ, ടീം അങ്ങനല്ലേ, ടീം ഒരു ബൈക്ക് 2 പേര്, അല്ലെ നടന്ന് 2 പേര്, അല്ലെ എല്ലാം ടീമാ. കയ്യിൽ ലഘുലേഖയുണ്ട്, തമ്പിയുടെ ഹൃദയം, തകരുന്ന കപ്പൽ, നീ എങ്ങോട്ട്? നല്ലതാ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴേ പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. അങ്ങനെ പോകും വലിയ വീടുകൾ കാണുമ്പോൾ കൂടെയുള്ള ടീമിലെ ഉള്ളവർ പറയും, പാപ്പച്ചാ നമുക്ക് അങ്ങോട്ട് കയറാം. ഓ ഇല്ല, നല്ല വീടും ചുറ്റും, നമുക്ക് അവിടെ കയറി സുവിശേഷം. ഓ അവർ നമ്മുടെ കൂടെ ഒന്നും വരികയില്ല, അവർ സ്വർഗീയ വിരുന്നിൽ നമ്മുടെ കൂടെ വരികയില്ല. ഇല്ലെന്നാലും നമുക്കൊന്ന് കയറാം. ഓ വേണ്ട, വെറുതെ എന്തിനാ കയറാമെന്ന്. അവർ വന്നാൽ നമ്മുടെ സഭയ്ക്ക് ഒരു അസറ്റാ, നമ്മുടെ സഭയ്ക്ക്, തട്ടസഭയ്ക്ക് ഒരു അസറ്റാ. തട്ടയിലായതുകൊണ്ട് ആ തട്ടസഭ എന്ന് പറയുന്നത്, വേറെ പറന്തലാന്നേ പറന്ത സഭ എന്നേ പറയുള്ളൂ. മര പറഞ്ഞല്ലേ കൊടിയിടണ്ടേ. അപ്പൊ നമ്മുടെ സഭയ്ക്ക് ഒരു അസറ്റാ, അങ്ങോട്ട് കയറാം എന്ന് പറയും. ഓ വരികയല്ല, നമ്മുടെ കൂടെ വരികയല്ല. ഇല്ല കയറാമെന്ന്. ഓ പട്ടി കാണും, ഉടനെ മറ്റേ പുള്ളി ഇല്ല പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. ഓ എന്നാലും തൊടൽ പൊട്ടിക്കുന്നതിനെ ഉണ്ട്. അവസാനം തർക്കമായിട്ട് മറ്റേ പുള്ളി പറയും, എന്നാ വേണ്ട, കയറണ്ട. പക്ഷെ വരികാരുന്ന നമ്മുടെ സഭയ്ക്കൊരു ഓ ആരെന്ന്, പക്ഷെ ഓ വരി. പിന്നെ അങ്ങോട്ട് ലഘുലേഖയായിട്ട് പോകുമ്പം റോഡ് സൈഡിലെ പുറമ്പോക്കിൽ ചില ആൾക്കാർ താമസിക്കും. പനയോല കൊണ്ട് മേഞ്ഞ് ചാക്കോ പനമ്പോ പലകയൊടിച്ച് മറച്ച് ആനവായം ചാണകം തളിച്ച് മെഴുകിയത് കണ്ടിട്ടുണ്ടല്ലോ. ഒന്ന് ഈ ടീം പ്രവർത്തനത്തിലുള്ള പോലെ എന്നാ നമുക്ക് അങ്ങോട്ട് കയറി പറയാം. ഓ അവർ വന്നിട്ടും വലിയ കാര്യമൊന്നും തന്നെയല്ല. നമ്മൾ അവരെ നമ്മുടെ സഭയിലോട്ട് കൊണ്ടുവന്ന ആരും നിങ്ങൾ പറ ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് അപ്പോ ആയിരങ്ങൾ നശിക്കുന്നു. കപ്പ കളയ്ക്കുന്ന തുടുപ്പെടുത്തുന്നതിന്റെ തലയ്ക്ക് അടിക്കണം, അതാ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് പ്രമാണമില്ല. എന്നാ എല്ലാരും ഇങ്ങനെ പമ്മിയിരിക്കുന്നേ. മറ്റവര് വന്ന സഭയ്ക്ക് അസറ്റാ, ഇവര് വന്നിട്ട് വലിയ നിങ്ങൾ ഏതാണ്ടൊക്കെ ഇന്ന് പിറുപിറുക്കുന്നത്. ദൈവത്തിന്റെ മകത്ത് ഒരു കാര്യം പറയാം, നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളും വിവേചിച്ചറിയുന്നവനുമായിട്ടാ കാര്യമുള്ളത്. നല്ലതുപോലെ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. എന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെല്ലാൻ കാണിച്ചു കൊടുത്ത ദർശനമാ തുപ്പട്ടി. ചെന്നു, കൊർന്നല്യോസ് പറഞ്ഞു, ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്, പറ. അവിടെ ഒരു വാക്യമുണ്ട്, പത്രോസ് വായി തുറന്നെന്ന. അങ്ങനെ എഴുതിയേക്കന്നെ, പത്രോസ് വായി ഇതുവരെ തുറക്കാത്തവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ കണ്ടു, ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുക. അതിനാ പുള്ളി വലിയ പണ്ഡിതനാ. ഒരു സ്തോത്രം പോലും പണ്ഡിതനാ. ഒടുവിൽ നീ പോകാന്ന് അന്നേരം നമ്മൾ പണ്ഡിതനാ ആർക്കും വരാതിരിക്കട്ടെ. എടാ, ശബ്ദമുള്ളപ്പം ദൈവത്തെ സ്തുതിക്കണം. കൈക്ക് ആരോഗ്യമുള്ളപ്പോൾ കൈ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആരോഗ്യമുള്ളപ്പോൾ നടന്ന് യോഗത്തിന് വന്നോണം. അവസരം കിട്ടുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ, പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് നീട്ടുന്ന വിഷയമല്ല. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സ്തോത്രം. ലഭിക്കുന്ന അവസരം നന്നായിട്ട്, ഞാൻ എൻ്റെ അനുഭവം പറയുക, എനിക്ക് ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കും. ഉഴപ്പുകയില്ല, ഞാൻ ഉഴപ്പത്തില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചെല്ലി പ്രാർത്ഥിക്കല, കൈയടിക്കല, പാടുകയില്ല. പാണ്ഡിത്യം കയറി ഇതങ്ങ് മുറ്റി നിൽക്കുക. ഒരു സ്ഥലത്തന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്, കുറെ പേരുണ്ട്. ഉപദേശിച്ച് പറഞ്ഞു, പ്രാർത്ഥിച്ചു പറഞ്ഞു പാട്ട് പാടാൻ. ഒരു തട്ടിയും മുട്ടി ഒരു പാട്ട് ഒപ്പിച്ചു. അത് കഴിഞ്ഞ് ഉപദേശിച്ച് പറഞ്ഞു യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചാട്ട്. ആരുമില്ല പ്രാർത്ഥിക്കാൻ. ഒരു 10-60 പേരിപ്പോണ്ട്, ആരും പ്രാർത്ഥിക്കുന്നില്ല.
ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചു. എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതാ, ആരുമില്ല പ്രാർത്ഥിക്കാൻ, പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ അവർക്കത് ക്ഷീണമായി, ഗസ്റ്റ് തന്നെ പ്രാർത്ഥിച്ചല്ലോ എന്ന്. ഉപദേശി പറഞ്ഞു ഒരാളൂടെ പ്രാർത്ഥിക്കാൻ. ആരുമില്ല, ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. പിന്നെ പറഞ്ഞിരുന്ന പിന്നെ ഞാൻ പ്രാർത്ഥിച്ചാൻ. ഇടീ, ആത്മീകത്തിലൊരു ചൂടും തുണയും വേണം. എപ്പോഴും അവസരം കിട്ടത്തില്ല. ഇന്ന് രാത്രി തന്നെ ജീവൻ പോയാ നീ ഒരുക്കി വെച്ചത് ആർക്കാ? സ്തോത്രം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസമാ, മരണം നിശ്ചയമാ. ഉപദേശം പണ്ട് പാടിയില്ലയോ? കൊട്ടാരമായാലും വിട്ടേ മതിയാകും, കോട്ടയ്ക്കകത്തേക്ക് മൃത്യു ചെല്ലും, 10,000 നില പൊക്കിപ്പണിഞ്ഞാൽ അതിനുള്ളിലും കയറി ചെല്ലുമെന്ന്. ചെറ്റപ്പുരയിൽ പാർക്കുന്ന ഭിക്ഷുവും എല്ലാവരും മരണം വഴിയായിട്ട് പോകും. അതുകൊണ്ട് മരണത്തിന്റെ തണുത്തകരമെന്ന് തപ്പുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനായി അവസരം ദൈവം തരുന്നത്. ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. പത്രോസ് വാ തുറന്നു. ചിലര് 2 കാര്യത്തിനെ വാ തുറക്കുള്ളൂ. ഒന്ന് പറയാൻ, 2 അതിന് നന്നായിട്ട് തുറക്കും. കാരണം നല്ലതുപോലെ ആ ചപ്പാത്തിയൊക്കെ ചുരുട്ടി പിടിച്ച് വെച്ചൊരു കടിയും ജനലെ പിടിച്ചാ കടിക്കുന്നത്. കാരണം ചപ്പാത്തി ഏകുന്നില്ല, എന്നാലും ആ തുറക്കും. മനസ്സിലാകുന്നുണ്ടോ? ചിലർക്ക് ആരാധനയ്ക്ക് അങ്ങോട്ട് പോകാൻ കാലിന് മുട്ടിന് വേദന, അസ്വസ്ഥത, ഇടുപ്പിനൊരു പിടുത്തവും. കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ 2 വണ്ടി കയറിപ്പോവും. ആരാധനയ്ക്ക് മത്തിയോട് വെക്കാൻ മുട്ടിന് വേദന. കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ വെളുപ്പിനേ പോയി അവിടെ ആ ജ്യൂസ് മുഴുവൻ കുടിക്കും. പല കളറില്ല, മുന്തിരി, ഓറഞ്ച്, അതെല്ലാം നിന്ന് കന്ന് വെള്ളം കുടിക്കും പോലെ നിന്നങ്ങ് കുടിക്കുക. നാളൊരു തള്ള ബാഗിനകത്തോട്ട് ഇട്ടോണ്ട് വരുന്നു. കാരണം ഫ്രൂട്ട്സ് ഒക്കെ അവിടെ വെച്ചല്ലോ. നാളെ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ കാശ് മുടക്കണ്ടല്ലോ. എന്നാ പിന്നെ ഇതുപോലത്തെ ഇനം ഉണ്ടെന്ന്, ഒത്തിരി ഉണ്ടെന്ന് ഇതിനകത്ത് ഒക്കെ കാണും. ഇപ്പൊ പമ്മി ഇരിക്കുക കാണും. പിന്നെ ശവോടക്കിന് പോയാലും ഉണ്ടല്ലോ 5 8 പിന്നെ പൊതിയാ വണ്ടി. ഇന്നാൾ ഞാൻ അവിടെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്ന് ഒരു വണ്ടിക്കകത്ത് എന്നെ പരിചയമുള്ളതാ, ഭാര്യയും ഭർത്താവും 2 പേരേ ഉള്ളൂ. ഇങ്ങനെ ഗ്ലാസ് താന്ന് കിടക്കും. നോക്കിയപ്പോൾ ഒരു 5-8 പൊതി. 2 എണ്ണം പോരെ? ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. അവർ നേരത്തെ ക്ലാസ് താത്തിട്ടിരിക്കുക, അണ്ണ ഇട്ടോട്ടം നോർത്ത് ഫ്രീ ആയിട്ട് ഇതുപോലെ. ആട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. പത്രോസ് വാ തുറക്കണം. വാതുറന്നായി തിരുവെഴുത്തുകൾ അടിസ്ഥാനമാക്കി സുവിശേഷം പറഞ്ഞു. അങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ അവിടെ സംഭവിച്ച കാര്യമാ 44 ഒന്നുകൂടെ വായിച്ചേ മോളെ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പിന്നെ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും മതി ദൈവത്തിന് മഹത്വം. അപ്പൊ സുവിശേഷം കേട്ടാൽ നടക്കുന്ന കാര്യം 1 മാനസാന്തരം, 2 സ്നാനം, 3 പരിശുദ്ധാത്മ സ്നാനം, ആത്മനിറവ്, അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. സുവിശേഷത്താൽ ഇതെല്ലാം നടക്കണം. ഇതെല്ലാം നടക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, കേട്ട സുവിശേഷമല്ല, പറഞ്ഞ സുവിശേഷമല്ല, ഗ്രഹിച്ചത് സുവിശേഷമല്ല. സുവിശേഷം കേട്ടാൽ ഇതൊക്കെ നടക്കണം. അല്ല, ഞങ്ങൾ ഇത്ര യോഗം നടത്തി, 430 പരസ്യയോഗം നടത്തി, വകുപ്പാ. ഞങ്ങൾ മിറ്റത്ത് കൺവെൻഷൻ 80 എണ്ണം ഇപ്പം നടത്തി. ഇനി ഒരു 30 എണ്ണം കൂടെ നടത്തുവാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങള് ഈ ഇത് പഞ്ചായത്ത് ഇത് ഏത് പഞ്ചായത്താ? പന്തളം തെക്കേക്കര പഞ്ചായത്ത് മുഴുവൻ കവർ ചെയ്തു. ഇനി ഞങ്ങൾ കുടശനാടിന് പോവാണ്. നല്ല കാര്യം. ഞങ്ങള് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ. എന്തോ ഇപ്പം വായിച്ചു പഠിക്കുന്നത് കുട്ടിച്ച? ഇതിനിടെ വായിച്ചു പഠിക്കുന്നത്? ഞാൻ നിർത്തണോ ഇപ്പം? അതിനു വേണ്ടിയാണോ വായിച്ചത്? അപ്പൊ ശ്രദ്ധിച്ചേ, വീരസ്യമൊക്കെ പറഞ്ഞ ഞങ്ങൾ കന്യാകുമാരി മുതൽ പിന്നെ കാസർഗോഡിന്റെ അങ്ങേയറ്റ ഉപ്പള മുതൽ കന്യാകുമാരി മൊനമ്പ് വരെ. നല്ല കാര്യം. എണ്ണം പറഞ്ഞത് കൊണ്ടോ വീരസ്യം പറഞ്ഞത് കൊണ്ടോ ഞാൻ ഇത്ര കൺവെൻഷൻ സ്റ്റേജിൽ തകർത്തു. ഇപ്പോൾ ശുശ്രൂഷിച്ചെന്നൊന്നും പറഞ്ഞില്ല, കീച്ചി എന്നാ പറയുന്നത്. എനിക്ക് പിടി കിട്ടുന്നില്ല. പിള്ളേരും തന്നെ പാസ്റ്റ്
തകർത്തു. ഇത് തകർക്കുകയാണോ? നിങ്ങളൊരുത്തം പറഞ്ഞു പൊളിയായിരുന്നെന്ന്. ഇതാണോടാ സുവിശേഷം? അല്ല, ഓരോരോ ഡയലോഗേ. ഇത് സുവിശേഷമാണ്, സുവിശേഷമാണ്. ഇതിന് മാർക്കിടേണ്ടതല്ല. ഇന്നലത്തെ പ്രസംഗമായിരുന്നു കുറച്ചുകൂടെ നല്ലത്, ഇന്നത്തെ കുറച്ചുകൂടെ മെച്ചം, നാളെ വരുന്നതാ. അതാ മാർക്കല്ല, പറഞ്ഞത് എന്നാന്നുള്ളതാ. ആരെ പറ്റിയായി പറഞ്ഞേ? യേശുവിനെ പറ്റിയാ. യേശുവിനെ പറ്റി ആര് പറഞ്ഞാലും അത് ശ്രേഷ്ഠമാ. യേശുവിനെ പറ്റി ആര് പറഞ്ഞാലും ശ്രേഷ്ഠമാ. പറയുന്നവന്റെ വിശേഷമല്ല, അവൻ ആരെ പറ്റി പറയുന്നെന്നുള്ളതാ. അത് നസറായനാകുന്ന യേശു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ സുവിശേഷം കേട്ടാൽ അഭിഷേകം ഉണ്ടാകും. ഒരു കാര്യോടെ പറഞ്ഞ ആ ഭാഗം വിടാം. സുവിശേഷം കേട്ടാൽ എന്തോ സംഭവിക്കും? 2:40 വായിച്ചോ. അപ്പോസ്തല പ്രവൃത്തി 2:40 വായിച്ചോ. പെട്ടെന്ന്. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. സ്തോത്രം. വിവരിക്കേണ്ട, നിങ്ങൾക്കറിയാം സുവിശേഷത്താൽ സംഭവിക്കുന്ന കാര്യം. 1 മാനസാന്തരം, 2 സ്നാനം, 3 അഭിഷേകം, 4 വേർപാട്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന്. അപ്പോൾ ഇത് വക്രതയുള്ള തലമുറയാ, ഇസങ്ങളൊക്കെ ഉള്ള തലമുറയാ. നാസിസം, ഫാസിസം, യത്തിസം, പാന്തിസം, കമ്മ്യൂണിസവും, ലീഗൽ നിസാമോ, മോഡേൺ നിസാമോ, കോൺഗ്രസോ ഇല്ല. അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. വിസങ്ങളുണ്ട്. ധാർഷ്ട്യക്കാരില്ല, നികളികളില്ല, ഭോഗപ്രിയരുമില്ല, ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരുമില്ല. അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. ഇതല്ല. വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമശേഷമില്ല. ഇവിടെ ഉണ്ട്. ഇതല്ല. വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. ഇങ്ങനെയുള്ള ഈ തലമുറകളുടെ നടുവിൽ സുവിശേഷം നന്നായിട്ട് കേട്ടാൽ വേർപാട് പാലിക്കും. സുവിശേഷത്തിനകത്ത് വേർപാടുണ്ട്. ഇപ്പം വേർപാടൊന്നും പറയത്തില്ല, പറയത്തുമില്ല. കേൾക്കാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല, പറയുന്നവരെ വലിയ താല്പര്യമോ ഇല്ല. ഇത് പറയുന്നത് ഇഷ്ടമല്ല. നമ്മൾ പറയുന്നത് നമുക്ക് പുള്ളിയെ വിളിക്കാം, അതിന് ഇളക്കും. നമ്മുടെ കുഞ്ഞുട്ടിച്ചാൻ അങ്ങനെ ഇളകുന്നയാളല്ല. പക്ഷെ മിനിഞ്ഞാന്ന് പുള്ളി കസേരയും കൂടെ മറിച്ചിട്ടാ അണ്ണാ പറഞ്ഞ ആണ്ട വരുന്ന് പിടിച്ചോളാം. കുഞ്ഞുട്ടി ആണ്ട് പിടിച്ചോ, അവിടെ കിടന്നു. അതാണോ? നമുക്ക് ഇളക്കുന്നവരെ ആവശ്യം കേറ്ററിംഗുകാർക്ക് ഒത്തിരി ഇളക്കാനുണ്ട് അവിടെ, അടി പിടിക്കാതിരിക്കാനേ. ഇളക്കുന്നവരെ തോരൻ അടി പിടിക്കരുത്, മെഴുക്ക് വരട്ടി അടി പിടിക്കരുത്, ഒലത്തിറച്ചി അടി. ഇളക്കുകാരൊക്കെ അങ്ങോട്ട് ചെന്നാൽ പഴയുടെ മോഹനം നമ്പൂതിരിക്ക് ഇഷ്ടമായിരിക്കും, അല്ലെ കേറ്ററിംഗ് നടത്തുന്നവർക്ക് ഇഷ്ടമാണ്. ഇത് സുവിശേഷമാണ്. അപ്പൊ സുവിശേഷത്തിനകത്ത് വേർപാടുണ്ടെന്ന്. വേർപാടുണ്ട്. ഇപ്പം വന്ന് പെന്തിക്കോസുകാർക്കും അങ്ങനെ വലിയ വേർപാടൊന്നും പറയുന്നുമില്ല, പാലിക്കുന്നുമില്ലല്ലോ. വേർപാടില്ലല്ലോ. എല്ലാത്തിനകത്തും ചെന്നതല്ലേ. ഇപ്പൊ പെന്തിക്കോസുകാരും ക്രിസ്തുമസ് ആഘോഷിക്കുക, നക്ഷത്രമൊക്കെ തൂക്കി കരോളിനിറങ്ങിയ ഉണ്ട്. പാസ്റ്റർമാര് വരെ ഇറങ്ങി. ഉണ്ണി പറന്നേ. നിങ്ങൾ ആരും ഒന്നും അറിയുന്നില്ലേ? നിങ്ങൾ കേരളത്തിൽ തന്നെ ആണോ? ഉണ്ണി പറന്നു. അടാ, ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല വെറുതെ. എന്തിനാ? ഇത് വേർപാടിന്റെ ഉപദേശമാണ്. ലോകക്കാരും മറ്റ് ദൈവത്തെ അറിയാത്തവർ ചെയ്യുന്ന പ്രവൃത്തികളും രീതികളും ഉണ്ട്. അനുഷ്ഠാനങ്ങളും ദൈവമക്കൾക്ക് പാടില്ല. സുവിശേഷത്തിനകത്ത് വേർപാടുണ്ടെന്ന് ഉണ്ട്. ഇത് ഒരു വേർപാടുമില്ല. എല്ലാത്തിനകത്തും ചെന്ന് തലയിടുക. ക്രിസ്തുമസും ആഘോഷിക്കും, ഈസ്റ്ററും ആഘോഷിക്കും, ഓണവും ആഘോഷിക്കും. പെന്തിക്കോസുകാരോടായി പറയുന്നത് കേട്ടോ, മറ്റുള്ളവരോടല്ലേ. പെന്തിക്കോസുകാരോടാ. പ്രമാണം ഉണ്ടെന്നൊക്കെ നമ്മളല്ലേ പറയുന്നേ. നമ്മുടെ കയ്യിലിരിക്കുകയല്ലോ 66 എണ്ണം അല്ലേ പറയുന്നത്. കീച്ചിക്കോളാൻ കീച്ചുന്നവരോടായി പറയുന്നത്. കർക്കശമായി വേർപാട് പാലിക്കണം. സുവിശേഷത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. ആ സുവിശേഷമായി ഇവിടെ കേട്ടത്. സമയം പോയത് കൊണ്ട് ഞാൻ അങ്ങിരിക്കാം, എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താൻ ഒക്കുന്നില്ല. ഇച്ചിരൂടെ പറഞ്ഞോട്ടെ.
ചിരിച്ചു കാണിക്കാതെ എന്തായാലും അങ്ങ് പറ. രായനച്ചാൻ അവിടെ എഴുന്നേറ്റ് 9 ഞാൻ കണ്ടു. പാസ്റ്റർ എന്നാരെ ഏതാണ്ട് പറഞ്ഞു അവിടെ ഇരിക്കുന്നങ്ങാണ്ട് പറഞ്ഞു കാണുമായിരിക്കും. അതിന് പുള്ളി പോയെന്ന് തോന്നുന്നു. പുള്ളി സൂക്ഷം 9 എഴുന്നേറ്റ്. പുള്ളിക്ക് ഇതൊന്നും വലിയ വിഷയമല്ല, അതുകൊണ്ടാണ് അവിടെ ഇരിച്ചിലൂടെ കേട്ടേച്ച് പോയാൽ മതി. ആൾക്കാരൊക്കെ വന്നത് ഇതിവിടെ കേൾക്കാനല്ലേ, ഇത് ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നത് കേൾപ്പിക്കാനല്ലേ. പിന്നെ ഇനി തന്നെ ഇത് പെട്ടെന്ന് നിർത്തിയേച്ച് പോയി ചപ്പാത്തി തിന്നേച്ച് കിടന്നുറങ്ങാനല്ലേ. അവിടെ ഇരി. നിങ്ങളെക്കാളെല്ലാം ദൂരം പോകേണ്ടത് ഞാനല്ലയോ. എനിക്ക് നാളെ വെളുപ്പിനെ വീണ്ടും പോകണം പാലോട്, തിരുവനന്തപുരത്തിനപ്പുറം. വായിച്ച കുറുവാക്യത്തോട് കൂറ് പുലർത്തി 2 കാര്യം പറഞ്ഞു നിർത്താം. അതിനെ ഇന്ന് സമയമുള്ളൂ. 2 ഒന്ന് സഹിച്ചു. വായിച്ചേ മോളെ യോഹന്നാന്റെ സുവിശേഷം 9:4 വായിച്ചേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. യോഹന്നാന്റെ സുവിശേഷം മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാന്റെ സുവിശേഷം മറ്റ് 3 പേരും യേശുക്ക് വിശേഷിച്ച് മത്തായിയും ലൂക്കോസും ഒക്കെ യേശുവിന്റെ ജനനത്തിന് മുമ്പുള്ള കാര്യം ലൂക്കോസ് പറഞ്ഞു. സ്നാപക യോഹന്നാന്റെ ജനനവും ചരിത്രം ഇതെല്ലാം അവർ തെളിയിച്ചു. മത്തായി വംശാവലിയൊക്കെ തെളിയിച്ചു. ലൂക്കോസും ആദാം മുതലുള്ള കാര്യം തെളിയിച്ചു. ആദാം ദൈവത്തിന്റെ മകൻ അങ്ങനെ തെളിയിച്ചു. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ പഠിച്ചേ ഇങ്ങനെയുള്ള പാരമ്പര്യം ഒന്നും പറയുന്നില്ല. പക്ഷെ പറയാനായിരുന്നെങ്കിൽ യോഹന്നാന് നന്നായിട്ട് പാരമ്പര്യം പറയാം. അതിന് കാരണം യേശുവിന്റെ അമ്മയും യോഹന്നാന്റെ അമ്മയും ചേഴുത്തി അനിയത്തിയ. യോഹന്നാന്റെ അമ്മ ശലോമ, യേശുവിന്റെ അമ്മ മറിയം, ചേഴുത്തി അനിയത്തിയ. പറയാനാണ് മറ്റുള്ളവരെക്കാളും കൂടുതൽ കുടുംബചരിത്രം പറയായിരുന്നോ? പറയാം. യോഹന്നാന്റെ ചരിത്രം, കാരണം ഇവര് അമ്മ വഴി ബന്ധവാ. എലിസബത്തും മറിയം കൂടെ വന്ന് അതും ബന്ധവാ, മുഴുവൻ ബന്ധവാ. പറയാനാണ് ഒത്തിരി പറയാനുണ്ട്. പക്ഷെ യോഹന്നാൻ അതൊന്നും പറഞ്ഞില്ല. യോഹന്നാനെ പറ്റി ശരിക്കും പഠിച്ചാൽ നമ്മൾ കാണുന്നതൊക്കെ അതിന് വ്യത്യസ്തമായിട്ട്. യോഹന്നാന് യെരുശലേമിൽ വീടുണ്ടായിരുന്നെന്നും കപർന്നഹൂമിൽ ഒരു വീടുണ്ടായിരുന്നെന്നും ഒക്കെ. മീൻപിടുത്തക്കാരൻ എന്നുള്ള പരിഗണനയല്ല, പുള്ളി അതൊരു വലിയ ബിസിനസ്മാൻ ആയിരുന്നെന്നാണ് പറയുന്നത് യോഹന്നാൻ. കാരണം പുള്ളി കൂലിക്കാരുണ്ടായിരുന്നെന്നുണ്ട്. കൂലിക്കാരെ വിട്ടേച്ചു. അപ്പം ആൾക്കാരെ നിർത്തി മത്സ്യബന്ധനം. അപ്പൊ ഇച്ചിരി പിടിപ്പുള്ള ആളാ. യെരുശലേമിലും വീടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലോ ക്രൂശീകരണത്തിന് മുമ്പ് കർത്താവിനെ വിസ്തരിക്കാൻ നേരത്ത് യോഹന്നാൻ മഹാപുരോഹിതനുമായിട്ട് അടുപ്പമുണ്ടല്ലോ. അതുകൊണ്ടാ പത്രോസ് വെളി വന്നപ്പം പറഞ്ഞ് കയറ്റി വിട്ടേക്കാൻ. പുള്ളിക്ക് സ്വാധീനമുള്ള ആളാ, ചെറിയ സമ്പത്തും ഒക്കെ ഉള്ള ആളാ. സ്വാധീനം ഉപയോഗിച്ചു പത്രോസ് വെളി വന്ന് നിൽക്കുക, ഇങ്ങോട്ട് കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ കയറ്റിക്കൊണ്ടുപോയി. പിടിപ്പുള്ളവനാ. അതെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന്റെ മഹത്വം. യോഹന്നാൻ ഇതൊന്നും പറഞ്ഞില്ല. യോഹന്നാൻ സുവിശേഷമാണ്. തന്നെയല്ല, യേശുവിന്റെ ദൈവത്വം തെളിയിക്കുക യോഹന്നാൻ. തുടക്കത്തിലെ വാക്യം അങ്ങനല്ലേ തുടക്കത്തിലെ വാക്യം വായിച്ചേ. യോഹന്നാൻ 1:1. ആദിയിൽ, അവിടെ മുതലാ തുടങ്ങിയത്. യേശു ദൈവമാണെന്ന് തെളിയിക്കുക ആദിയിൽ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് സാധാരണ വേറെ പഠിതാക്കള് സൈമൺ പാസ്റ്ററൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പേടിച്ച ആ ഭാഗത്തേക്ക് പോകുന്നത്. അഥവാ തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കുക മാത്രമല്ല വൈകിട്ട് ഫോൺ ചെയ്ത് തിരുത്തുകയും ചെയ്യണം. സ്തോത്രം. തെറ്റാണെങ്കിൽ, കാരണം ഇനിയും ചെന്ന് ബവരക്കേട് വിളിച്ച് കൂവരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കും, പഠിക്കും. അറിവുള്ളവരിന്ന് ചോദിച്ച് മനസ്സിലാക്കും, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിനകത്തോട്ട് പ്രവേശിക്കണമെങ്കിൽ ഒരു വേറെ പഠിതാവ് പറഞ്ഞിരിക്കുന്നത്, ഇതൊരു വീടാണെങ്കിൽ ഈ യോഹന്നാന്റെ സുവിശേഷമാകുന്ന വീട്ടിലോട്ട് കയറാൻ 2-3 വാതിലുണ്ടെന്ന്. 2-3 വാതില്. ഒന്നാമത്തെ വാതില് 1-ാം അധ്യായത്തിന്റെ 12. ഒന്നാമത്തെ വാതിൽ ഇതാ. ആദ്യത്തെ വാതില്, മെയിൻ വാതില്. വായിരു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതാണ് ആദ്യത്തെ വാതിൽ. ഇതാ നല്ല വാതിലും. ഇതാ മെയിൻ വാതില്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇനി പുറകിലൊരു വാതിലുണ്ട്. അത് 21:30. പുറകിലത്തെ വാതില് പെട്ടെന്ന് വായിച്ചോ, വിസ്തരിക്കുന്നില്ല, നേരമില്ല. അതുകൊണ്ടാ 20:30 വായിച്ചോ മോള്.
20:30. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അടുത്തത്, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുക, സകല ആൾക്കാരും വിശ്വസിക്കണം. അപ്പൊ ഒന്ന്, അവനെ കൈകൊണ്ടെന്ന നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. അധികാരം കൊടുത്തിരിക്കുക. ഇതെല്ലാവരും വിശ്വസിക്കണം. വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ എഴുത്തിന്റെ ഉദ്ദേശം ഇതാ ഉദ്ദേശം. യേശു ദൈവമാണ് തെളിയിക്കുക. അതുകൊണ്ടില്ല തുടക്കത്തിൽ ആദിയിൽ മറ്റു ചരിത്രമൊന്നും പറഞ്ഞിട്ടില്ല. അവിടുന്ന് അനാദിയായും ശാസനമായും ദൈവമാണ്. 16:28 ഒന്ന് വായിച്ചേ. 16:28 യോഹന്നാൻ 16:28. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. അടുത്തത്, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. വന്നിടത്തേക്ക് ഞാൻ. അപ്പൊ എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകുന്നെന്ന് ക്ലിയർ ആക്കി. ഇവിടെ വന്നവരല്ല എവിടുന്ന് വന്നെന്ന് എല്ലാവർക്കും വലിയ തിട്ടവും ഇല്ല. പോയത് എങ്ങോട്ടാന്നും എവിടുന്നാ വന്നേ? പുള്ളി എങ്ങോട്ടാ പോയത്? നാളെ ഒരാൾ പറഞ്ഞു പുള്ളി ഇതിലെയൊക്കെ കറങ്ങി കിടപ്പുണ്ടെന്ന്. യോ മോളി അപ്പച്ചനാന്നാ തോന്നുന്നത്. ചെടിയുടെ വിവരദോഷി. അമ്മച്ചിയാന്നാ അടുക്കള പാത്രം കിടുന്നെന്ന്. അളയത്തിട്ട് 8 കൊല്ലം കഴിഞ്ഞു. ഇനി വിവരക്കിടക്ക് എന്ന് മാറും. രാവിലെ കാക്ക നമ്മുടെ അപ്പച്ചനാന്ന് തോന്നുക. പണ്ട് ഒരു വലിയപ്പ മാതക്കല്ലിരിക്കുക. അന്നേരം മരുമകളും ഉണ്ട്. അപ്പം അപ്പൻ എന്നപ്പം സന്ധ്യ കഴിഞ്ഞപ്പം അപ്പൻ ചോദിച്ചു, സൂസമ്മേ ആരാടി ഇപ്പൊ അങ്ങോട്ട് പോയത്? ആരുമില്ല പച്ച. ആര് പറഞ്ഞു? ഇല്ല പച്ച, ആരും ഇപ്പൊ അങ്ങോട്ട് പോയത്. സന്ധ്യ മയക്കവാ. ആരുമില്ല പച്ച. ആര് പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് പോയത്? ആരാടി? ഇല്ല പച്ച, ആരും പോയില്ല പച്ച. ഹോ, ഞാൻ കണ്ടതല്ലോടി ഇപ്പൊ അങ്ങോട്ട്. അതോ? അത് പട്ടിയാ പച്ച. ഉണ്ണേ അപ്പച്ചൻ പട്ടിയാന്നോടി കൈയുള്ള ബനിയൻ ഇട്ടോണ്ട് പോകുന്നേ. ബാക്കി ഞാനിപ്പോ പറയുന്നില്ല. ഇടം മരിച്ചവരാരും പിന്നിങ്ങോട്ട് വരികയല്ലെന്ന്, ഇവിടെ കറങ്ങി നടക്കുകയല്ലെന്നേ. 5 ദിവസമോ 7 ദിവസമോ 40 ദിവസമോ അല്ല കട്ടിലും എല്ലാം വിരിച്ചിട്ടിരിക്കുക. അപ്പച്ചനുണ്ടെന്ന് മിക്കവാറും. അപ്പച്ചന് വെള്ളം കൊടുക്കാതിട്ട് തന്നെ അപ്പച്ചൻ നേരത്തെ പറഞ്ഞ, എന്റെ ദൈവമേ എത്രയും പെട്ടെന്ന് എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാതെ നടതറാന്ന് കിടന്ന് അവസാനം അതുങ്ങൾ അവിടെ കിടന്ന് ആത്മാർത്ഥം, എന്റെ ദൈവമേ എന്നെ എത്രയും പെട്ടെന്ന് ഈ കാലന്റെ ഇടയെന്ന് ഇടയ്ക്കിടയെന്ന് അതുങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ പോയതാ. അന്നേരം ഇവൻ പറയാ പിന്നെ അപ്പച്ചൻ ഇവിടെ ഉണ്ടെന്ന്. നീ ഊളത്തരവൊക്കെ പറയാതെ ദൈവത്തെ ഭയപ്പെടും. എന്നാൽ യേശു അങ്ങനല്ല. എവിടെ നിന്ന് വന്നു, ഇപ്പോൾ എന്ത് ചെയ്തു, ഇനി എങ്ങോട്ട് പോകും? ഒന്നുകൂടെ വായിച്ചോ മോളെ, ഉറക്കെ വായിക്കുക, എല്ലാരും കേൾക്കട്ടെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട്. അവിടുന്ന് പുറപ്പെട്ട് വചനം ജഡമായെന്ന്. അവിടെ ഇരുന്ന വചനം ആദിയിൽ വചനം, വചനം ദൈവത്തോടു കൂടെ, ആ വചനം ദൈവം, ആ വചനമായവൻ അവിടുന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. അടുത്തത്, പിന്നെ ലോകത്തെ വിട്ട്, ഇനി ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ വന്നിടത്തോട്ട് പോകുമെന്ന്. പോകുന്ന സമയത്ത് കാര്യം പറഞ്ഞേച്ചാ പോകുന്നത്. പിന്നെ ഞാൻ സ്ഥലമൊരുക്കാൻ പോവുക. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്ക ചേർക്കും. പ്രൈസ് ദ ലോർഡ്. സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ. സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ. ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. പോയി വരും ഞാൻ. പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ അവിടുന്ന് ഇറങ്ങി വന്നു, ഇവിടെ ജീവിച്ചു, ഇനി തിരിച്ച് അവിടേക്ക് പോകും. പോകുന്ന ഇടത്ത് നമ്മളെ കൊണ്ടുപോകും.
അതാണ് നമ്മുടെ പ്രത്യാശ. ദൈവത്തിന് മഹത്വം. യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രധാന വിഷയം എന്നാണെന്നറിയാമോ? യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുക. ഓരോ അധ്യായവും നിങ്ങൾ പഠിച്ച യേശു ദൈവപുത്രനാണെന്നും കൊണ്ട് തെളിയിക്കുക. തന്നെയല്ല, ഇതിനകത്ത് പ്രധാന ഒരു പദമുണ്ട്, 2 പദമാണ്. ഒന്ന് ജീവൻ, 2 വിശ്വാസം. നിങ്ങൾ 21 അധ്യായം കൂടെ പഠിച്ചാൽ 90 പ്രാവശ്യം വിശ്വാസം എന്ന് എഴുതിയിട്ടുണ്ട്. വിശ്വാസം 90 പ്രാവശ്യം. വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരാലായി കാര്യങ്ങൾ നടക്കുന്നത്. ഓരോ അധ്യായത്തിൽ യേശു ദൈവപുത്രൻ അങ്ങോട്ട് തെളിയിച്ചു. ഞാൻ വിവരിക്കുന്നില്ല. 1-ാം അധ്യായത്തിൽ ലോകപാപം ചുമക്കുന്ന കുഞ്ഞാട്, 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം, 4-ാം അധ്യായം ആത്മാവാകുന്ന ദൈവം, 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും പൊറുപ്പിക്കുന്ന ദൈവം, 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ ദൈവം, 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന ദൈവം, 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം, 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ സർവജ്ഞനായ ദൈവം, 10-ാം അധ്യായം നല്ല ഇടയനായ ദൈവം. വിവരിക്കുന്നില്ല, നമ്മൾ 9-ന്റെ 4 വായിച്ചത്. ആ വാക്യത്തിൽ ഒരു പദമാണ് എടുത്തിരിക്കുന്നത്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. അതിനെപ്പറ്റി ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല. ദൈവത്തിന്റെ മകത്ത് ഞാൻ നോട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്ന് ധ്യാനിച്ചത് അത് പറഞ്ഞങ്ങ് വിടാം, അതേ ഒക്കുള്ളൂ. ഒന്ന്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ചില രാത്രികൾ വേദപുസ്തകത്തിലുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാ കൊടുക്കുന്നത്, ചെങ്കടൽ തീരത്തെ കാളരാത്രി. ആർക്കും പ്രവർത്തിച്ചു കൂടാത്തൊരു രാത്രിയാ ദൈവത്തിന്റെ മഹത്വം. അവിടുത്തെ രാത്രിയുടെ പ്രത്യേകത തന്നെയാണെന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വം. അർദ്ധരാത്രിയിൽ ദൈവം തമ്പുരാൻ ശക്തിയുള്ള കിഴക്കൻ കാറ്റടിപ്പിച്ചു. ദീർഘവർഷങ്ങൾ ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച ശത്രുവിന് ദൈവം ചെങ്കടലിൽ മുക്കിക്കളഞ്ഞ രാത്രിയാ ഇന്ന് രാത്രി. അപ്പോൾ തന്നെ ഓർക്കണം, ദൈവജനത്തിനൊരു പോറൽ പോലും വരുത്താതെ അവൻ മറുകര കയറ്റിയ രാത്രിയാ ഇന്ന് രാത്രി. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഈ രാത്രിയിലും വെളിപ്പെടും. Praise the Lord. Praise the Lord. ശത്രു സൈന്യം അടുക്കാതെ വണ്ണം ദൈവം ദൂതനെ അവിടെ കാവലേർപ്പെടുത്തി. മേഘസ്തംഭം പകല്, അഗ്നിസ്തംഭം രാത്രിയിലാക്കി. ശക്തിയും ബലമേറിയ ദൈവദൂതന്മാരെ ദൈവം ഇടയ്ക്ക് നിർത്തി ഇവരെ ഭദ്രമായി കാവൽ ചെയ്ത രാത്രിയാ ഇന്ന് രാത്രി. സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കുന്ന രാത്രിയാ ഇന്ന് രാത്രി. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാത്രിയാ. വേർപാട് പാലിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കുഞ്ഞാടിനെ ചോരത്തളി ആചരിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ദൈവവൈതലേ, ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാത്രി. വിശദീകരിക്കുന്നില്ല. ഞാൻ ആ കാര്യം പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ പറയും, അല്ലേലും പറയും, എനിക്കറിയാം, എന്നാലും പറയും പുള്ളി വാക്യം വായിച്ചു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. പക്ഷെ അതിനെപ്പറ്റി പുള്ളി ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് 2 കാര്യം ഇരിക്കട്ടെ. സ്തോത്രം. നിങ്ങൾക്കിതെല്ലാം അറിയാം. നിങ്ങൾക്ക് 2 രാത്രി അല്ല 50 രാത്രി അറിയാം. നിങ്ങളിപ്പോ ചിന്തിക്കാം, ഇത് പറയാനാണോ ഇയാൾ ഇത്ര നേരം എടുത്ത്? സ്തോത്രം. 1-ാമത്തെ രാത്രി ചെങ്കടൽ കരയിലെ കാളരാത്രിയാ. ദൈവം വെള്ളവും തമ്മിൽ വേർതിരിച്ച രാത്രി. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരിക്കും ഇത് കഴിയുമ്പോ. കണ്ണ് കാണിക്കുന്ന ഞാൻ കണ്ടു, മുഴുവൻ കണ്ണ് കാണിയില്ല, എല്ലാം ഞാൻ കണ്ടോണ്ടിരിക്കുക ഇതെല്ലാം. അപ്പൊ ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുമെന്നാ പറഞ്ഞത്. ഒരു വാക്യോടെ വായിച്ച വിസ്തരിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിട്ടേക്കാം. മോളെ, എസ്തേറിന്റെ പുസ്തകം 6:1, എസ്തേർ 6:1 വായിച്ചോ. അന്ന് രാത്രി രാജാവിന്റെ ഉറക്കത്തെ തടഞ്ഞ രാത്രി. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രിയാ. രാജാവിന്റെ ഉറക്കത്തെ തടഞ്ഞ രാത്രി. കാരണം പറയാം, ആ രാത്രിയിലാണ് പരമാർത്ഥിയായ വിശ്വസ്തനായ പടിവാതിക്കൽ ജാഗരിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചും ഞരങ്ങുന്ന മൊർദെഖായിക്ക് വിരോധമായി ആ രാത്രി കഴുകമരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ശേരേശും വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, നമുക്ക് പുള്ളിയെ തൂക്കണം. എന്നാ പോംവഴി? 50 മുഴ ഉയരമുള്ള. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഈ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്റെ ഭാഷയെ പറഞ്ഞാൽ മൊർദെഖായി പ്രാർത്ഥിക്കുന്ന രാത്രി, രാജാവ് ഉറങ്ങാത്ത രാത്രി, ഹാമാൻ കഴുകമരം തീർക്കുന്ന രാത്രി. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പലരും കഴുകമരം ഒരുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവം അതിനെ വെട്ടി മാറ്റി നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്.
ദൈവത്തിന് മഹത്വം കൊടുക്ക്. കഴുകമരം തീർക്കുന്ന രാത്രി, ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വിരോധമായി കഴുകമരം ഒരുക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി ഉടമന തലപട അനുഭവിക്കുന്നവർ ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. രാജാവിന്റെ ഒടുക്കത്തെ ദൈവം തടഞ്ഞു. Glory. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കും. എനിക്ക് ഈ വിഷയമൊക്കെ നിന്ന് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചിലയിടങ്ങളിൽ ആരെങ്കിലും ആൾക്കാർ സമ്മതിക്കും. പിന്നെ നിങ്ങളിപ്പോൾ തന്നെ ബൈബിളിന്റെ സിപ്പിട്ട് കാണിക്കുന്നു, കണ്ണയിരിക്കുന്ന മൂക്കയിലിരിക്കുന്ന കണ്ണട മടക്കി വെക്കുന്നു, കൂടെ വാച്ച് നോക്കുന്നു. പിന്നെ അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒന്ന്, ചെങ്കടൽ തീരത്തെ രാത്രി. രണ്ട്, രാജാവിന്റെ ഉറക്കത്തെ തടഞ്ഞ രാത്രി. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിലൊരു രാത്രിയുണ്ട്. 5-ന്റെ ഒടുവിൽ കിടപ്പുണ്ട്. അന്ന് രാത്രി ബേൽഷസർ കൊല്ലപ്പെട്ടു. ആ രാത്രിക്ക് ഒരു പ്രകൃതി. യെരൂശലേം ദേവാലയത്തിൽ ദൈവം തമ്പുരാൻ വിശുദ്ധീകരിച്ച പൊൻവള്ളിപ്പാത്രങ്ങൾ എടുത്തുകൊണ്ടുവന്ന് അധികാരം ഉപയോഗിച്ച് ശിനാർ ദേശത്ത് ദേവന്റെ ക്ഷേത്രത്തിൽ അവന്റെ വല്യപ്പം കൊണ്ടുവന്ന് വെച്ച ദൈവാലയം മക വിശുദ്ധ പാത്രത്തിനകത്ത് മദ്യമൊഴിച്ച് മദിരേഷികൾ യവനും കൂടെ അഹങ്കരിച്ച് അവൻ ബിംബത്തെ ആരാധിച്ച് അതിനെ സ്തുതിച്ച് പാടിയപ്പോൾ അന്ന് രാത്രി ദൈവം തീരുമാനിച്ചു, ഇതിനൊരു അറുതി വരുത്താൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവം അതിനൊരു അറുതി വരുത്തുമെന്ന്. സകല വാതിലുകളും ദൈവം തുറന്നങ്ങോട്ട് ഇടിയിപ്പിച്ചു. മദ്യമെല്ലാം കൂടെ അടിച്ച് കിറുങ്ങിക്കഴിഞ്ഞപ്പോൾ വാതിലടയ്ക്കാൻ മറന്നുപോയി. ചരിത്രത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഏതാണ്ട് 100 വാതിലുണ്ടായിരുന്ന ബാബിലോണിന്. 100 വാതിൽ. ചരിത്രം പഠിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞു 100 വാതിൽ. അത് എപ്പോഴും ഒന്നും തുറക്കത്തില്ല, ഒരു വാതിൽ തുറക്കും. അത് രഹസ്യമായിട്ടുള്ള ധാരണയില. പക്ഷേ അന്ന് രാത്രി അടിച്ച്, പിള്ളേരുടെ ഭാഷ പറഞ്ഞോ, കോൺ തെറ്റിയപ്പം വാതിലല്ല അടയ്ക്കാൻ രാജാവും അടിക്കും, മന്ത്രി പുങ്കവനും അടിച്ചു ഇറങ്ങി, കമ്മിറ്റിക്കാരും എല്ലാം അടിച്ചു. ഒരു പരുവത്തിന് ഇവിടെ ഞങ്ങൾ കണ്ട ക്രിസ്മസുകാരും അടിച്ചു കോൺ തന്നെ ഉണ്ണി വിടന്നു. അവനും അതിന് പാടാൻ പോലും ഉണ്ണി വിടന്നു അടിച്ചു കോൺ തെറ്റി. ക്ലബിന് ഇച്ചിരി കാശ് വേണം അതിന്. എന്നാലേ പിന്നെ അപ്പം ഇവനെല്ലാം കൂടി അടിച്ച് മദ്യം ഒഴിച്ച് കുടിച്ച് ലെവല് കെട്ടുമ്പം എൻ്റെ ഭാവനയാ. അപ്പൊ എന്നും ഇത് ഒരു വാതിൽ തുറക്കും, രാവിലെ സന്ധ്യയാകുമ്പോൾ അത് അടയ്ക്കും. അങ്ങനെ പതിവ്. അന്ന് എല്ലാ വാതിലും തുറന്നു. അടിച്ചു കോൺ തെറ്റിയ രാജാവ് പൃഥ്വിനോട് ചോദിച്ചു, എടാ വാതിലടച്ചു എന്ന്. ഇത് അകത്തോട്ട് ചെന്നാൽ രാജാവ് ഏതാ, മന്ത്രിയാന്ന് വല്ല വെളിവ്? ഭാര്യ ഏതാ, പെങ്ങളേതാ, അമ്മ ഏതാ, അയലത്തുകാരി ആരാ, വല്ല വെളിവുണ്ടോ? ഒരു വെളിവുമില്ല. അവിടെ വെളിവുകേടാ നടന്നേ. രാജാവ് ചോദിച്ചു വാതിലടച്ചോന്നുണ്ടെ അവൻ പറയാം, അളിയ അതൊക്കെ നേരത്തെ അടച്ചെന്ന്. ഇതകത്ത് ചെന്നപ്പോ രാജാവിനെ കയറി വിളിക്കുക. ടി സി മാത്യു മാസൊക്കെ ചിരി വരുന്നു. അല്ല, അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും സാധ്യത അതാ. അളിയ വാതിലല്ല, അളിയനും ഒരു പെക്കൂടെ തരട്ടെ എന്ന്. മുഴുവനെണ്ണോ അടിച്ച് കോൺ തെറ്റിയപ്പോ ഇത് ദൈവത്തിന്റെ തിരുഹിതത്തിൽ പണ്ടുണ്ടായ പ്രവചനമാ. യെശയ്യാ പ്രവചനം 44-ന്റെ ഒടുവിലും 45-ന്റെ ആരംഭത്തിൽ കോരേശിന് വേണ്ടി ഞാൻ വഴി തുറക്കുക. കോരേശന്റെ ഇടയൻ അവൻ എൻ്റെ ഹിതം നിവർത്തിക്കും. കോരേശിനോട് പ്രവചനം. അവൻ ജനിക്കുന്നതിനും അവന്റെ അപ്പൻ ജനിക്കുന്നതിന് മുമ്പ് യെശയ്യാ പ്രവചന ആത്മാവി പ്രവചിച്ചു, കോരേശ് എൻ്റെ ഇടയൻ, അവന് വേണ്ടി ഞാൻ താമ്ര കഥകളെ തുറന്നിടും. പ്രൈസ് ദി ലോർഡ്. സകല വാതിലും ദൈവം അന്ന് രാത്രി തുറന്നു. പ്രൈസ് ദി ലോർഡ്. ആ രാത്രിയുടെ വിശേഷത അതാ. അടിച്ചു കോൺ തെറ്റി അവൻ ആ സകലതിനെ സ്തുതിക്കുക. ദൈവമല്ലാത്തതിനെ എല്ലാം നിന്നങ്ങ് വാഴ്ത്തുക. സ്തുതിച്ചെന്ന് വിവരിക്കുന്നില്ല, ലൈവ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന് മകത്ത് അങ്ങനെ ദൈവമല്ലാത്തതിനെല്ലാം അവൻ ധൂപം കാട്ടി സ്തുതിച്ചും മർണിച്ചും ദൈവം തമ്പുരാൻ വിശുദ്ധീകരിച്ച പൊൻവള്ളിപ്പാത്രത്തിൽ കൊണ്ടുവന്ന് മദ്യമെല്ലാം കൂടെ ഓടിച്ച് അവൻ അടിച്ച് പെരുക്കിയപ്പോ താമ്പുരാൻ അന്ന് രാത്രി ഭിത്തിയേൽ എഴുത്തെഴുതി അവൻ അന്ന് രാത്രി അവിടെ വായിക്കുന്നത്, രാത്രി ഈ വിളക്കിന്റെ വെളിച്ചത്തിൽ ഭിത്തിയേലം കൊണ്ട്. അപ്പൊ രാത്രിയിലാ വിളക്ക്, അവിടെ വിളക്കുന്നുണ്ട്.
രാത്രിയിലാ എടുത്ത് കണ്ടപ്പോഴേ ഇവന്റെ ഏപ്പാടി. ദൈവത്തിന് മകത്ത് ഞാനങ്ങ് നിർത്തുക. ദൈവം വിശുദ്ധീകരിച്ചതിനകത്ത് വേറൊന്നും പകരരുത്. ദൈവം വിശുദ്ധീകരിച്ചതിനകത്ത് വേറൊന്നും ഒഴിക്കരുത്. ഇതൊരു മൺപാത്രമാ. ഇതിനകത്ത് വേറൊന്നും നീ പകർത്തരുത്, വേറൊന്നും നീ ഒഴിക്കരുത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താങ്കൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പീൻ. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. കർത്താവിന് മകത്ത് ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന രാത്രി, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രി, ചെങ്കടലിനെ വറ്റിക്കുന്ന രാത്രി, അവൻ പുതുവഴി ഒരുക്കുന്ന രാത്രി, നീ ക്ഷേമത്തോടെ മറുകരകറ്റുവാൻ നിനക്ക് വേണ്ടി അവൻ ദൈവം വഴിയൊരുക്കുന്ന രാത്രി. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്ക്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ദിപികപരപടപല ദിരിപികപരപട ആരും മൗനമായിരിക്കാതെ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്ക. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ കൃപ 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 കൃപ, ദൈവത്തിന് മഹത്വം. ജയത്തിൻ കോശം ഉല്ലാസകോശം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മരണമേ നിന്നോട് ജയമേ. കൈയടിച്ച് ചേർന്ന് ഭക്തർക്ക് സംഹാരകൻ കടന്നു നിന്നോട് ജയമേ വീട് ആമേ. കുഞ്ഞാട്ടീന കോട്ടകൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു ആമേ. ജയത്തിൻ കോശ ഉല്ലാസകോശ ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വ അഭയം താൻ അവർക്കെന്നുമേ. മഹത്വ കൈയടിച്ച് ചേർന്ന് അഭയം താൻ അവർക്കെന്നുമേ. ആമേ ശക്തരായ രാജാക്കളോ ആമേ സീകൊന്നു ആമേ. ശങ്ക വേണ്ട, ഭീതി വേണ്ട, ആമേ ശക്തൻ നായകൻ ആമേ. ശക്തരായ രാജാക്കളോ ആമേ സീകൊന്നു ആമേ. ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നായകൻ ആമേ. ജയത്തിൻ കോശ ഉല്ലാസകോശ ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ആമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ആമേ. മഹത്വരാജനായി സേനയിൽ മഹത്വരാജനായി സേനയിൽ വീരനായി ചേർന്ന് കൈയടിച്ച്. ഓ മഹത്വരാജനായി സേനയിൽ ആമേ. ഭീകരമാ ചെങ്കടലോ ആമേ. ഭീഷണിയായി മുൻപും പിൻപും ആമേ. ഭീതിപ്പെടോ തീടും ആമേ. ഭീകരമാ ചെങ്കടലോ. എല്ലാവരും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്നു. ഓ ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടോ തീടും. ഓ ജയത്തിൻ കോശ ഉല്ലാസകോശ ഓ ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായി സേനയിൽ ആമേ. അഭയം താൻ അവർക്കെന്നുമേ. ആമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ആമേ. മഹത്വരാജനായി സേനയിൽ അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജ് നരകമേ നിന്നോട് ജയം. കുഞ്ഞാട്ടിൻ കോട്ടകൻ ഭക്തർക്ക് സംഹാരകൻ കാണുന്നു ആമേ. പാതാളമേ മരണമേ. ഓ നിബലബലബ ദിരബലബലബല ദിരിബിരിബികബല പാലബലബലബ ദുരബലബലബല ബിരിബിരിബികബല സംഹാരകൻ കടന്നു ഓ യത്തിൻ കോശ ഉല്ലാസ
ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നും 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 മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നും